ഞാൻ ഡ്രൈവറാണെന്ന ബോധം വരുമ്പോൾ തന്നെ എന്താവും? വണ്ടിയുടെ കൺട്രോള് നമ്മുടെ കയ്യിലേക്ക് വരും. കാരണം ഇന്നലെ നമ്മൾ റിയലൈസ് ചെയ്തു, ഈ ശരീരം എന്ന് പറയുന്നത് വാഹനമാണ്, രഥമാണ് അല്ലേ? ഈ രഥത്തിനുള്ളിൽ ആരുണ്ട്? ഞാൻ, രഥിയുണ്ട്. ശരീരവും ആത്മാവും ചേരുന്നതാണ് നമ്മൾ മനുഷ്യർ. പുറമേ നമ്മൾ ഇത്രയും നാളെന്താ വിചാരിച്ചത്? ഞാൻ എന്ന് പറയുമ്പോൾ ഈ ശരീരമാണ്, ശരീരം മാത്രമാണെന്ന ബോധം അല്ലേ? ആ ബോധത്തിലാണ് നമ്മൾ ജീവിച്ചിരുന്നത്. അതാണ് ദശമുഖ ബോധം. ഇപ്പം നമുക്ക് മനസ്സിലായി, ഈ രഥത്തെ നിയന്ത്രിക്കുന്ന രഥി ഞാനാണ്. അപ്പോൾ ഈ രഥത്തിനെ എനിക്കെൻ്റെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും. കാരണം ഞാനാണ് ഊർജം, ഞാനാണ് ഡ്രൈവർ. അപ്പോൾ ഈ കണ്ണുകൊണ്ട് എന്ത് കാണണം, ഇതെൻ്റെ തീരുമാനമാണ്. ഈ നാവ് കൊണ്ട് എന്ത്, നാവിന് തനിയെ സംസാരിക്കാൻ പറ്റില്ല. ഇതുകൊണ്ട് എന്ത് സംസാരിക്കണം എന്നത് എൻ്റെ തീരുമാനമാണ്. ഇതിൻ്റെ ഉള്ളിൽ ഈ ഡിക്ഷണറിയിൽ എല്ലാ തരത്തിലുള്ള വാക്കുകളുമുണ്ട്. പക്ഷേ ഓരോരുത്തരെ കാണുമ്പോൾ അല്ലേ, നമ്മളെ വീട്ടിലെ അമ്മയോട് എങ്ങനെയാണ് സംസാരിക്കുക? പുറത്ത് അയൽവാസിയെ കാണുമ്പോൾ എന്താ സംസാരിക്കുക? എനിക്കിഷ്ടമുള്ള ആളെ കാണുമ്പോൾ എന്ത് സംസാരിക്കണം? ഇഷ്ടമില്ലാത്തൊരാളെ കാണുമ്പോൾ എങ്ങനെ സംസാരിക്കണം? നമുക്ക് അല്ലേ ചോയ്സ് ഉണ്ട്. നമ്മൾ ചൂസ് ചെയ്തിട്ടാണ് ഉപയോഗിക്കണം അല്ലേ? അപ്പോൾ ഈ ചൂസിങ്ങും ഈ നിയന്ത്രണങ്ങളും എല്ലാം ഈ ഡ്രൈവറുടെ പക്കലാണ്. അതുകൊണ്ട് പൂർണ്ണമായിട്ടും നമ്മുടെ കടിഞ്ഞാൺ, ഈ ഇന്ദ്രിയങ്ങളുടെ എല്ലാം, കുതിരകളുടെ എല്ലാം കടിഞ്ഞാൺ എൻ്റെ കയ്യിലാണ്. അതാണ് ഇന്നലെ നമ്മൾ പറഞ്ഞത്. പക്ഷെ ഞാൻ ആണ് ഡ്രൈവർ എന്ന ബോധം നമുക്ക് ഉണ്ടാക്കണം. ആരെ ഡ്രൈവർ? ആത്മസ്വരൂപം, ആത്മാവിൻ്റെ രൂപം. ആത്മാവെന്ന് പറഞ്ഞാൽ അല്ല, സ്പിരിച്വൽ എനർജിയാണ്, ലൈറ്റാണ്. ഇനി എന്താ ഈ ലൈറ്റ്? ആത്മാവാകുന്ന ലൈറ്റിലുള്ളത് എന്താ? ശരീരം നമുക്കറിയാം 5 തത്വങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണ് അല്ലേ? 5 തത്വമാണ്, പഞ്ചഭൂതമാണ്. അപ്പം അതേപോലെ ആത്മാവാകുന്ന ഈ വെളിച്ചത്തിൽ എന്താ ഉള്ളത്? സാധാരണ വൈറ്റ് ലൈറ്റ് എന്ന് പറയുമ്പോൾ 7 കളേഴ്സാണ്. അതേപോലെ ആത്മാവാകുന്ന ഈ വെളിച്ചം, ഈ അലൗകിക പ്രകാശത്തിലുള്ളത് 7 ഗുണങ്ങളാണ്. 7 ഗുണങ്ങളുടെ വെളിച്ചമാണ് ഞാൻ. പണ്ടൊക്കെ നോക്കൂ, നമ്മൾ ആരെങ്കിലുമൊക്കെ ആൾക്കാർ ആത്മാ എന്നുള്ള വാക്ക് പറഞ്ഞാൽ തന്നെ നമുക്കൊരു പേടിയായിരുന്നില്ലേ? അയ്യോ ആത്മാവോ? ആത്മാവെന്നുള്ള വാക്ക് കേൾക്കുമ്പോഴേ ഭയമായിരുന്നു. കാരണം ആത്മാവെന്ന് പറയുമ്പോൾ ഒരു ഭൂതത്തിൻ്റെ, പ്രേതത്തിൻ്റെ, അല്ലെങ്കിൽ വെളുത്ത ഒരു രൂപം, അല്ലെങ്കിൽ കറുത്ത ഒരു രൂപം, ഇതൊക്കെയായിരുന്നു നമ്മുടെ മനസ്സിലെ ചിത്രങ്ങൾ. ഇപ്പം നമുക്ക് മനസ്സിലായില്ലേ? ആത്മാവെന്ന് പറഞ്ഞാൽ ആരാ? ഞാൻ തന്നെയാണ്. എന്താ എൻ്റെ രൂപം? ജ്യോതിയാണ്, വെളിച്ചമാണ്. ആത്മാവാകുന്ന വെളിച്ചത്തിൽ എന്താ ഉള്ളത്? എന്തിൻ്റെ വെളിച്ചമാണ് ഇവിടെ നിന്ന് വരുന്നത്? ഞാൻ അല്ലേ? അതാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ചിത്രം കാണുന്നുണ്ടല്ലോ അല്ലേ? ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ആത്മാവാകുന്ന വെളിച്ചത്തിലുള്ളത് 7 ഗുണങ്ങളാണ്. ഏതൊക്കെ? ആദ്യത്തത് ജ്ഞാനമാണ്, വെളിച്ചം, ജ്ഞാനപ്രകാശമാണ് ഞാൻ. നോളജ് ഈസ് ലൈറ്റ് എന്നല്ലേ പറയാം? നോളജ് ഈസ് ലൈറ്റ്, നോളജ് ഈസ് മൈറ്റ്. അപ്പം ആത്മാവായ എന്നിലുള്ളത് സത്യജ്ഞാനമാണ്. അതാണ് ട്രൂത്ത്. നിത്യമായ എന്തോ അതാണ് സത്യം. സത്യമായത് നിത്യവുമാണ്. അപ്പം നമുക്ക് ആദ്യം കിട്ടിയ ജ്ഞാനം എന്താണ്? ഞാൻ അനശ്വരനായ ആത്മാവാണ്, ഇതെൻ്റെ ശരീരമാണ്. ഈ ഫസ്റ്റ് നോളേജ് നമുക്ക് കിട്ടി. ഞാൻ ആത്മാവാകുന്ന രാമനാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. അപ്പോൾ നമുക്ക് എന്തായി? അകക്കണ്ണ് തുറന്ന് വെളിച്ചം കിട്ടി. വെളിച്ചം കിട്ടിയപ്പോൾ നമുക്ക് എനിക്ക് എന്നെ കാണാൻ കഴിയുകയാണ് അകക്കണ്ണുകൊണ്ട്. ഈ ജ്ഞാനമാണ് നമ്മുടെ ഏറ്റവും വലിയ ബലം, ശക്തി. കാരണം ജ്ഞാനമില്ലെങ്കിൽ നമ്മൾ ശക്തിഹീനരായിപ്പോവും. ജ്ഞാനത്തിൻ്റെ ബലം ഗീതയിലും പറയും, ജ്ഞാനാസന എന്നാ പറയാം. ജ്ഞാനത്തിൻ്റെ വാൾ ഉപയോഗിക്കൂ, എന്നാലേ ജയിക്കാൻ കഴിയുകയുള്ളൂ. ജ്ഞാനം നമുക്ക് നൽകുന്നത് സത്യത്തിൻ്റെ ശക്തിയാണ്. പിന്നെയോ ജ്ഞാനം നമുക്ക് നൽകുന്നത് എന്താണ്? ജ്ഞാനത്തിൻ്റെ പ്രകാശത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അടുത്ത വെളിച്ചം എന്താണ്? ഞാൻ
ശക്തി നിറഞ്ഞ ആത്മാവാണ്. ഞാൻ ശാന്തി നിറഞ്ഞ ആത്മാവാണ്. ആത്മാവെന്ന് പറഞ്ഞാൽ ശാന്ത സ്വരൂപമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ബ്രഹ്മകുമാരീസിലെ എല്ലാ സഹോദരന്മാരും സഹോദരിമാരും എല്ലാം ആരംഭിക്കുന്നത് ഓം ശാന്തിയിലാണ്. ഓം എന്ന് പറഞ്ഞാൽ ഞാൻ ആത്മാവാണ്. ഓം ശാന്തി എന്ന് പറഞ്ഞാൽ ഞാൻ ശാന്തി നിറഞ്ഞ ആത്മാവാകുന്നു. ശാന്തി നിറഞ്ഞ വെളിച്ചമാണ് ഞാൻ. അടുത്തത് എന്താണ്? ശാന്തി നിറഞ്ഞ ജീവിതത്തിൽ ഈ ജ്ഞാനത്തിൻ്റെ പ്രകാശത്താൽ നമുക്കടുത്തത് എന്താ കിട്ടിയത്? നമുക്ക് മനസ്സിലായി ഞാനൊരു ആത്മാവാണ്, എൻ്റെ കൂടെയുള്ള ഓരോരുത്തരും ഓരോ ആത്മസ്വരൂപങ്ങളാണ്. അച്ഛനും ഒരാത്മാവ്, അമ്മയും ഒരാത്മാവ്, മകനും ഒരാത്മാവാണ് അല്ലേ? ശരീരം കൊണ്ടാണ് നമ്മുടെ പ്രായവ്യത്യാസം പോലും ഉള്ളത്. മകൻ 5 വയസ്സ്, ഇപ്പം നമ്മളൊരു അച്ഛനെ മോനെയും കണ്ടു, അച്ഛൻ 50 വയസ്സ്, മോന് 10 വയസ്സ് ആയിക്കോട്ടെ, അത് ശരീരത്തിൻ്റെ പ്രായമാണ്. പക്ഷേ 2 ശരീരങ്ങൾക്കുള്ളിൽ ഇരിക്കുന്നതാര്? ആത്മസ്വരൂപമാണ് അല്ലേ? ആത്മജ്യോതിയാണ്. അപ്പം നമുക്ക് ആത്മസ്വരൂപമായിട്ട് ഒന്നുണ്ട് എൻ്റെ മോൻ, ആ ഒരു സ്നേഹം, എൻ്റെ മോൾ, എൻ്റെ അമ്മ, അത് നമുക്ക് ശരീരത്തിൻ്റെ ബന്ധങ്ങളോടുള്ള സ്നേഹം. പക്ഷേ നമുക്കെല്ലാവരെയും സ്നേഹിക്കാൻ കഴിയും. എങ്ങനെ? ആത്മസ്വരൂപത്തിലെ കണ്ടാൽ. ആത്മസ്വരൂപത്തിലെ കണ്ടാൽ. കാരണം എല്ലാ ഭ്രൂമധ്യത്തിലും ഇരിക്കുന്നത് ആത്മാവാകുന്ന രാമനാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, രാമായണത്തിൽ നമ്മൾ നോക്കിയ രാമൻ ആരോടും ശത്രുതയില്ല. കാട്ടിലേക്ക് പറഞ്ഞയക്കാൻ നിമിത്തമായ കൈകേയി മാതാവിനോടും ഇല്ല, ഏഷണി കൊടുത്ത മന്ത്രിയോടുമില്ല, നിമിത്തമായ മാറിയ അച്ഛൻ്റെ വരം, അച്ഛനങ്ങനെ വരം കൊടുത്തിട്ടല്ലേ, അച്ഛനോടും ദേഷ്യമില്ല, ആരോടും പിണക്കില്ല, ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. കാരണം എന്താ? ആത്മാ രാമന് എല്ലാവരും ആത്മാക്കളാണെന്ന ബോധമുണ്ട്. എല്ലാവരോടും ആത്മീയ സ്നേഹമാണ്. രാവണനോട് പോലും, രാവണനെ കൊന്നതിന് ശേഷം പോലും രാവണൻ്റെ ശരീരം പോലും സംസ്കരിക്കുന്നത് ആദരവോടു കൂടിയിട്ടാണ്. അപ്പോൾ എല്ലാവരെയും സ്നേഹിക്കാനുള്ള ഒരു കഴിവ്, അല്ലാതെ എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ, എൻ്റെ കുട്ടികളോടുണ്ട്, ബാക്കിയുള്ളവരാണെങ്കിലോ, എൻ്റെ വീട്ടിലെ കുട്ടി ഒരു തെറ്റ് ചെയ്ത, അല്ല എൻ്റെ മോനാണെങ്കിൽ പാവം കുട്ടി അറിയാതെ ചെയ്തു, അതേ തെറ്റ് നമ്മുടെ അടുത്ത വീട്ടിലെ കുട്ടി ചെയ്യുകയാണെങ്കിലോ, കണ്ടില്ലേ അവൻ അല്ലേലും അങ്ങനെ, അവൻ്റെ അച്ഛനും അങ്ങനെ, എൻ്റെ അമ്മയും എങ്ങനെയാണ്, കുടുംബം എങ്ങനെയാണ്, എന്തൊക്കെ പറയും നമ്മളെ വിശേഷണങ്ങൾ. കാരണം എന്താ? ഇതെൻ്റെ കുട്ടിയാണ്, അത് അടുത്ത വീട്ടിലെ അന്യൻ്റെയാ, അപ്പോഴേക്ക് കഴിഞ്ഞു അന്യൻ്റെ. എൻ്റെ എന്ന് പറയുമ്പോൾ തെറ്റിനെയും കുറ്റങ്ങളെയും നമുക്ക് ഉൾക്കൊള്ളാൻ എളുപ്പമായി അല്ലേ? കാരണം എന്താ? സ്നേഹം. അതേ സ്നേഹം നമുക്ക് സർവാത്മാക്കളോടും ഉണ്ടാകും. അതിനാണ് ഇത് സ്നേഹ സ്വരൂപ ആത്മാവാണ് ഞാൻ. എൻ്റെ കൂടെയുള്ളവരെല്ലാവരും ഈ സമസ്ത പ്രപഞ്ചത്തിൽ, അതുകൊണ്ടാണ് പറയണത് ലോകമേ തറവാട്. ഈ തറവാട്ടിലുള്ള എല്ലാവരും പരമാത്മാവാകുന്ന രാമൻ്റെ മക്കളാണ്. ശരീരം കൊണ്ടേ നമ്മുടെ റോളിൽ വ്യത്യാസമുള്ളൂ. എല്ലാ ശരീരങ്ങൾക്കുള്ളിലും കുടികൊള്ളുന്നത് ആത്മാരാമന്മാരാണ്, എൻ്റെ സഹോദരാത്മാക്കളാണ്. അപ്പോൾ എല്ലാവരോടും എന്തായി? സ്നേഹം. അടുത്ത ഗുണം ഏതാണ്? സുഖം. ആത്മീയ സ്നേഹം വരുമ്പോഴെന്തായി? നമുക്കെല്ലാ ബന്ധങ്ങളിൽ, നമ്മുടെ വീട്ടിൽ എത്ര ബന്ധങ്ങളുണ്ടോ, പുറത്താണെങ്കിലും ആരാണെങ്കിലും, നമ്മൾ ഒരു യാത്രയിൽ, ഒരു വണ്ടിയിൽ, ഒരു ട്രെയിനിലോ ഫ്ലൈറ്റിലോ നമ്മുടെ കൂടെ അടുത്ത സീറ്റിൽ ഇരിക്കുന്നവരോട് പോലും നമുക്കൊരു സ്നേഹം വരും. കാരണം എന്താ? ആത്മബന്ധുക്കളാണ്. പണ്ടൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ലെറ്റർ എഴുതുമ്പോൾ നമ്മൾ പണ്ട് കല്യാണക്കത്തും സഞ്ചയന കത്തുകളിലൊക്കെ എന്താ എഴുതുക? ധന്യാത്മൻ, ആത്മബന്ധു. ഇപ്പോഴല്ലേ സർ, ശ്രീമതി അങ്ങനെയൊക്കെ പറഞ്ഞ മാഡം എന്നൊക്കെ പറയുക. പണ്ടങ്ങനെയല്ലല്ലോ സംബോധന ചെയ്തിരുന്നത്. എങ്ങനെയാണ്? ആത്മബന്ധു, ധന്യാത്മൻ. ആത്മരൂപത്തിലാണ് എല്ലാവരെയും കണ്ടിരുന്നത്. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, ആ കാഴ്ചപ്പാടുണ്ടായിരുന്നത്. എല്ലാവരെയും ആത്മാരാമന്മാരായി കണ്ടിരുന്ന ഒരു കാലം. അപ്പോൾ എന്തായി? നമുക്ക് ബന്ധങ്ങൾ കുറച്ച് സുദൃഢമായിരുന്നു, പരസ്പര സ്നേഹം കൂടുതലായിരുന്നു. അതുകൊണ്ട് ജീവിതത്തിൽ സന്തോഷം ഉണ്ടായിരുന്നു, ആനന്ദം ഉണ്ടായിരുന്നു. ആനന്ദത്തോടു കൂടി ജീവിച്ചിരുന്ന നമ്മുടെ ജീവിതം സുഖകരമായിരുന്നു. പരസ്പര സുഖമേ കൊടുക്കുള്ളൂ. അപ്പോൾ കാരണം എൻ്റെ ആത്മസഹോദരങ്ങളല്ലേ, എല്ലാവരും ഭഗവാന്റെ മക്കളല്ലേ. അപ്പോൾ എന്താകും?
ഭഗവാനെ പോലെ നമ്മളും സുഖം കൊടുക്കുന്നവരാകും. അതാണ് സുഖത്തിൻ്റെ വെളിച്ചമാണ് നമ്മൾ. ആത്മാവിന് ഈ ശരീരം എന്തിനാ കിട്ടിയിരിക്കണേ? സുഖം നൽകാൻ. ദുഃഖം കൊടുക്കരുത്, സുഖം കൊടുക്കുക. സുഖം കൊടുക്കാൻ മാത്രമാണ് ഈ നാവ് കൊണ്ട് പറയുന്ന വാക്ക് മറ്റുള്ളവർക്ക് സുഖദായിയായിരിക്കണം. ഈ കണ്ണുകൊണ്ട് ഞാൻ ആരെങ്കിലും നോക്കി അവർക്കൊരു സുഖം കിട്ടണം, സന്തോഷം കിട്ടണം. ഈ കൈകൊണ്ട് ഞാൻ എന്തെങ്കിലും കർമ്മം ചെയ്താൽ, ഒരു ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താലും കഴിക്കുന്നവർ സന്തോഷത്തോടെ കഴിക്കണം. ഞാനൊരു ഓഫീസിൽ ജോലി ചെയ്യുകയാണെങ്കിൽ എന്ത് ജോലി ചെയ്യുന്നോ അതിലൂടെ അനേകർക്ക് സുഖം കിട്ടണം, സന്തോഷം കിട്ടണം. ആ സുഖം കൊടുക്കാൻ, സന്തോഷം കൊടുക്കുന്ന ആത്മാവാണ് ഞാൻ. സുഖ സ്വരൂപം അല്ലേ? പിന്നെ അടുത്തത് എന്താ? പവിത്രത. പവിത്രത എന്ന് പറഞ്ഞാൽ പരിശുദ്ധി. സത്യതയുള്ള ജീവിതത്തിൽ ശുദ്ധി ഉണ്ടാവും. സത്യതയുണ്ടെങ്കിൽ ശുദ്ധി അതിൻ്റെ കൂടെ നിൽക്കും. ഒരു തരത്തിലുള്ള അശുദ്ധി. നോക്കൂ, നമ്മുടെ മക്കളാണെങ്കിൽ പോലും നമ്മളോട് കള്ളം പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുമോ? ഇല്ലല്ലോ. എൻ്റെ മോൻ എന്നോട് പറഞ്ഞില്ലേ. അതേസമയം നമ്മൾ തമാശയ്ക്ക് വേണ്ടി പോലും എത്ര കള്ളം പറയാറുണ്ട്. അവർ നമ്മളോട് പറഞ്ഞാൽ നമുക്കിഷ്ടമല്ല, അപ്പം നമ്മൾ പറയുമ്പോഴോ മറ്റുള്ളവർക്ക്. കാരണം നമ്മുടെ എല്ലാവരുടെയും സ്വതസിദ്ധമായ ഗുണമേതാണ്? നിജഗുണം, തനതായ ഗുണം, നാച്ചുറൽ നേച്ചർ ഓഫ് ദ സോൾ എന്ന് പറയുന്ന ഈ 7 ഗുണങ്ങളാണ്. ജ്ഞാനം, ശാന്തി, സ്നേഹം, സുഖം, പവിത്രത, ശക്തി, ആനന്ദം. ഈ 7 ഗുണങ്ങളുടെ വെളിച്ചം നമ്മളിൽ നിന്ന് എക്സ്പ്രസ് ചെയ്യാനാണ് നമുക്ക് ഈ കർമ്മേന്ദ്രിയങ്ങളെല്ലാം തന്നിരിക്കുന്നത്. കർമ്മേന്ദ്രിയങ്ങളിലൂടെ അതാണ് പ്രകടിപ്പിക്കേണ്ടത്, അതാണ് കൊടുക്കേണ്ടത്. അത് കൊടുക്കാനാണ് നമുക്ക് ഈ ശരീരം കിട്ടിയിരിക്കുന്നത്. കാരണം ആത്മാവ് ഒരു ജ്യോതിയാണ്, വെളിച്ചമാണ്. അപ്പം നോക്കൂ, നമ്മുടെ വീട്ടിൽ കറണ്ട് ഉണ്ട്. എങ്ങനെ അറിയാം? കറണ്ടിനെ കാണാൻ പറ്റില്ല, പക്ഷെ ലൈറ്റ് ഉണ്ട്. ഈ മൈക്ക് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. കറണ്ടിൻ്റെ പ്രകടനമാണ് ശബ്ദത്തിൻ്റെ രൂപത്തിൽ, വെളിച്ചത്തിൻ്റെ രൂപത്തിൽ, അല്ലേ, ചിത്രത്തിൻ്റെ രൂപത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതെല്ലാം എന്താണ്? ലൈറ്റിൻ്റെ എനർജി നമുക്ക് പ്രകടമാക്കുകയാണ്. വീട്ടിൽ മിക്സി വർക്ക് ചെയ്യും, ഫാന് കറങ്ങും, കറണ്ട് ഉള്ളതുകൊണ്ടാണ്. കറണ്ടിനെ കാണാൻ പറ്റില്ല, പക്ഷെ കറണ്ട് ഏത് ഉപകരണങ്ങളിലൂടെ പ്രവർത്തിക്കണോ കറണ്ടിൻ്റെ പവർ, കറണ്ടിൻ്റെ സാന്നിധ്യം നമുക്ക് ഫീൽ ചെയ്യും. അതേപോലെ ആത്മാവൂർജമാണ്, അലൗകിക ഊർജമാണ്, ഡിവൈൻ എനർജിയാണ്. ആത്മാവിനെ കാണാൻ പറ്റില്ല. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഈ കണ്ണുകൊണ്ട് നമ്മൾ ഇവിടേക്ക് നോക്കുന്നില്ല, അതിന് ശ്രമിക്കുന്നില്ല. പിന്നെയോ ഞാനൊരാത്മാവാണെന്ന ഫീലിംഗ് ആണ്, ബോധമാണ്. ആ ബോധത്തിൽ നിന്ന് ഒഴുകുന്ന ഊർജമാണ് ഏത്? ഈ 7 ഗുണങ്ങളുടെ, സപ്തഗുണങ്ങളുടെ ഊർജം നമ്മളിലേക്ക് പ്രവഹിക്കുകയാണ്. ഈ സപ്തഗുണങ്ങൾ, മൂലഗുണങ്ങൾ, കോർ വാല്യൂസ് ഇതാണ്. ഇതിൻ്റെ സപ്പോർട്ടഡ് ആയിട്ടുള്ള ഗുണങ്ങൾ ധാരാളമുണ്ട്. പക്ഷെ ഈ കോർ വാല്യൂസ് 7ഉം ഈ ഊർജമാണ് നമ്മുടെ ശരീരത്തെ, നമ്മുടെ ബോധത്തെ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ശരീരത്തിൻ്റെ എല്ലാ 7 മുഖ്യ സിസ്റ്റം വർക്ക് ചെയ്യുന്നതും ഈ 7 ഗുണങ്ങളുടെ ആധാരത്തിലാണ്. അപ്പം നമ്മുടെ ജീവിതം എന്താകും? പ്രകാശപൂർണമാകും. നമുക്ക് രാമനെ പോലെ ജീവിക്കാൻ പറ്റും. അതിനെയാണ് സോൾ കോൺഷ്യസ് ലിവിങ് എന്ന് പറയുന്നത്. 2 തരത്തിൽ ജീവിക്കാം. ഇപ്പം 2 തരത്തിലെ ജീവിതം നടക്കണം ലോകത്ത് നോക്കിയാൽ. ഒന്ന് സോൾ കോൺഷ്യസ് ലിവിങ്. അപ്പോൾ എന്താവും? ഈ 7 ഗുണങ്ങൾ നമ്മുടെ കർമ്മങ്ങളിലും സംസാരത്തിലും പ്രവൃത്തിയിലും ഉണ്ട്, വെളിച്ചമുള്ള ജീവിതം. ഇനി രണ്ടാമതൊരു തരത്തിലെ ജീവിതമുണ്ട്. ഏതാണ്? രാവണനെ പോലെയും നമുക്ക് ജീവിക്കാം. കയ്യിലൂടെയും കാതിലൂടെയും എല്ലാ കർമ്മേന്ദ്രിയങ്ങളും, മുഴുവൻ ശരീരത്തെയും പുറത്തേക്ക് എങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്? രാക്ഷസീയമായ രൂപത്തിൽ നമുക്ക് ഉപയോഗിക്കാം. അവഗുണങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരാൻ, അഹങ്കാരം കാണിക്കാൻ, കാമാസക്തി. രാവണനെ ഭാര്യയില്ലാഞ്ഞിട്ടല്ല സീതയെ കൊണ്ടുപോയത്, മോഷ്ടിച്ചു കൊണ്ടുപോണത്, കള്ളത്തരവും അക്രമവും എല്ലാം നമുക്ക് ചെയ്യാം. അഹങ്കാരവും ക്രോധവും എല്ലാം, എല്ലാ ദുർവികാരങ്ങളെയും പുറത്തേക്ക് കൊണ്ടുവരാം. അതിനെയാണ് പറയുന്നത് ബോഡി കോൺഷ്യസ്. ഞാൻ ബോഡി, ദേഹമാണെന്ന ബോധത്തിൽ ജീവിക്കുമ്പോൾ എന്താകും? ഉടനെ ഒരാളെ കണ്ട സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ, കാമത്തിൻ്റെ അന്ധകാരം, തമസ് പുറത്തേക്ക് വരും. ഇത് ശത്രു, ഉടനെ എന്താവും? ദേഷ്യം പുറത്തേക്ക് വരും.
എൻ്റെ കഴിവ്, അഹങ്കാരം പുറത്തേക്ക് വരും. രാമനെ സംബന്ധിച്ചിടത്തോളം നോക്കൂ, പരശുരാമൻ മുന്നിൽ വന്നപ്പോഴും അഹങ്കാരിയായിട്ട് പരശുരാമൻ തൻ്റെ ഗർവം കൊണ്ട് വന്നു. അല്ല, എൻ്റെ വില്ല് ആരാ പൊട്ടിച്ചേ? ഞാൻ കൂടാതൊരു രാമനോ? രാമൻ എന്താ ചെയ്തത്? വളരെ വിനയത്തോടു കൂടി പെരുമാറി, അല്ലേ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് രണ്ട് തരത്തിലും ജീവിക്കാം. ഒന്നുകിൽ സോൾ കോൺഷ്യസ് ലിവിങ്. ഇപ്പം എല്ലാവരും ചോദിക്കുക, എന്താ ഇപ്പം നമ്മൾ ആത്മാവാണെന്ന് അറിഞ്ഞതുകൊണ്ട് എന്താ പ്രയോജനം? എന്തിനാണ് ഈ സ്റ്റഡി? ആത്മീയ ജ്ഞാനത്തിൻ്റെ ആവശ്യകത എന്താണ്? ആത്മീയ ജ്ഞാനത്തിൻ്റെ ആവശ്യം എവിടെയാണ്? ആർക്കാണോ വെളിച്ചത്തിൽ ജീവിക്കേണ്ടത്, സദോഗുണിയായിട്ട് ജീവിക്കേണ്ടത്, അവരെയാണ് സദോഗുണി പറയണേ. ഈ 7 ഗുണങ്ങളെ തങ്ങളുടെ കർമ്മത്തിൽ ഉപയോഗിക്കുന്നവരെ. ഇല്ലെങ്കിലും നമുക്ക് ജീവിക്കാം. എങ്ങനെ? ഇരുട്ടിൽ ജീവിക്കാം. ദേഷ്യപ്പെട്ടും ബഹളം ഉണ്ടാക്കി, ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ, ഹോൺ അടിച്ചും അല്ലെ ആക്സലറേറ്ററിന് സ്പീഡ് കൂട്ടിയിട്ടും ഒച്ചയുണ്ടാക്കിയിട്ടും ബഹളം കൊണ്ടും ജീവിക്കാം. അപ്പോൾ എന്താവും? നമ്മുടെ ഉള്ളിലും ഇരുട്ടുണ്ടാവും, നമ്മുടെ വീട്ടിലും ഇരുട്ട് നിറയ്ക്കാം, അല്ലേ? അൺകൺട്രോൾഡ് ലൈഫാകുമ്പോൾ വണ്ടികൾ തമ്മിൽ കൂട്ടിയും മുട്ടിയും ഇടിച്ചും ആക്സിഡൻറ്റിലും ജീവിക്കാം. ഒന്ന് യുദ്ധസമാന ജീവിതമായിരിക്കും, ബോഡി കോൺഷ്യസ് ലിവിങ്. അല്ലെങ്കിൽ എന്താ? നമുക്ക് അയോധ്യയിലെ ജീവിതം പോലെ ജീവിക്കാം, സദോ ഗുണങ്ങളെയാണ് ഉപയോഗിക്കണമെങ്കിൽ, അല്ലേ? അപ്പം ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആത്മീയത എന്ന് പറഞ്ഞാൽ ഈ സപ്തഗുണങ്ങളെ ഉപയോഗിച്ച് വ്യക്തി സ്വയം പര്യാപ്തനാക്കുക. ഹിന്ദിയിലൊരു വാക്കുണ്ടല്ലോ, ആത്മനിർഭർ. ഇപ്പം നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പ്രൊജക്റ്റ് തന്നെ ഇല്ലേ, ആത്മനിർഭർ ഭാരതം എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ പൗരനെയും സ്വയം പര്യാപ്തനാക്കുക. ഒരു രാഷ്ട്രത്തിന് തന്നെ നമ്മൾ യൂസ്ഫുൾ ആകുന്നത് എപ്പോഴാണ്? നമുക്കുള്ള ആഹാരവും വസ്ത്രവും പാർപ്പിടവും എല്ലാം, അല്ലേ, സ്വയം കണ്ടെത്താൻ, സ്വയം അധ്വാനിക്കാൻ, സ്വന്തം കാലിൽ ജീവിക്കാൻ ഒരു വ്യക്തി പ്രാപ്തനാകുകയും, അല്ലേ, നമ്മുടെ കുടുംബത്തിൽ തന്നെ നോക്കൂ, രാഷ്ട്രം വിട്ടോളൂ, നമ്മുടെ കുടുംബത്തിൽ തന്നെ നോക്കൂ. നമ്മുടെ കുടുംബത്തിന് എപ്പോഴാണ് സപ്പോർട്ടീവായിട്ട് മാറുക? നമ്മൾ വളർന്ന് പഠിപ്പിച്ചു, നമുക്കൊരു ജോലിയായി, നമ്മൾ സമ്പാദിച്ച് നമ്മുടെ കുടുംബത്തിനെ സപ്പോർട്ട് ചെയ്യുക. അല്ലാതെ നമ്മളെ പഠിപ്പിച്ചിട്ടും എന്നിട്ട് ഒന്നുകിൽ പഠിപ്പിക്കാൻ വിടുമ്പോൾ പഠിക്കാതിരിക്കുക, അല്ലെങ്കിൽ പഠിച്ചതിന് ശേഷം ജോലി ചെയ്യാതിരിക്കുക. ആ മക്കളെ കൊണ്ട് ആ കുടുംബത്തിന് എന്താ ഗുണം? പിന്നെ അച്ഛനും അമ്മയും അവരുടെ അടുത്ത് കൈനീട്ടി അവരുടെ പെൻഷനും അവരുടെ സമ്പാദ്യവും പിടിച്ചു വാങ്ങി പിടുങ്ങി ജീവിക്കുന്ന മക്കളാണെങ്കിൽ, അല്ലേ? ചില കുട്ടികൾ നോക്കൂ, MBBS എൻജിനീയറിംഗ് ഒക്കെ പഠിച്ച് പാസ്സായി, എന്നിട്ടും ജോലിക്ക് പോയില്ല. വെറുതെ മൊബൈലിൽ നീക്കിക്കൊണ്ട് സുഖമായിട്ട് റൂമിൽ കിടക്കുക, അമ്മ അച്ഛനും കൊണ്ടുവന്ന് ഇപ്പോഴും ഭക്ഷണം കൊടുക്കണം. എന്താ പ്രയോജനം? അതുകൊണ്ട് സ്വയം പര്യാപ്തത, ഭൗതികമായ രീതിയിൽ പോലും നമ്മളോട് പറയില്ലേ, സ്വന്തം കാലിൽ നിൽക്കണം, ആരെയും ഡിപ്പെൻഡ് ചെയ്യരുത്. മീൻസ്, അല്ലേ, മറ്റുള്ളവരെ ഇനിയും അച്ഛനും അമ്മയും നമ്മൾ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. അവർ 10-20 വർഷം നമുക്ക് വേണ്ടി എല്ലാം തന്നു. പിന്നെ നമുക്ക് എന്ത് ചെയ്യണം? അങ്ങോട്ട് സ്വന്തം കാര്യം നോക്കാൻ പറ്റണം. കഴിയുമെങ്കിൽ കുടുംബത്തെ സപ്പോർട്ട് ചെയ്യുക, കുടുംബങ്ങളെ സപ്പോർട്ട് ചെയ്യുക, സമൂഹത്തിന് സപ്പോർട്ടീവായിരിക്കുക, രാഷ്ട്രത്തിന് ഉപകാരപ്രദമായിട്ടിരിക്കുക. അതേപോലെ ആത്മീയമായും നമ്മൾ സ്വതന്ത്രരാകണം. ഇപ്പം നമ്മളെന്താ സംഭവിച്ചുകൊണ്ടിരിക്കണേ? അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കെട്ടപ്പെടുകയാണ്, ഡിപ്പെൻഡാണ്. എനിക്ക് സുഖം തരുന്നില്ല, എന്നെ സ്നേഹിക്കുന്നില്ല, എനിക്ക് സന്തോഷം തരുന്നില്ല. അച്ഛൻ തരണം സന്തോഷം, അമ്മ തരണം. അമ്മ ശരിയില്ലാത്തതുകൊണ്ടാണ് എൻ്റെ സന്തോഷം പോയത്, അച്ഛൻ ശരിയല്ലാത്തതുകൊണ്ടാണ് എൻ്റെ സന്തോഷം പോയത്. ഭാര്യ ഭർത്താവിൻ്റെ അടുത്തുനിന്ന്, ഭർത്താവ് ഭാര്യയുടെ അടുത്തുനിന്ന്, നമ്മളെല്ലാവരും ഇങ്ങനെ യാചകരാണ്. തരുന്നില്ല, കിട്ടിയില്ല. പിന്നെ പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുക, അല്ലേ? യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താ? നമ്മൾ ഓരോ ആത്മാരാമന്മാരും ദാതാവാണ്. രാമൻ്റെ കൈ എപ്പോഴും ഇങ്ങനെയല്ലല്ലോ. രാമൻ കൊടുക്കുന്ന ആളാണ്. മുഖം എപ്പോഴും നോക്കൂ, പുഞ്ചിരിക്കുന്ന മുഖ. പുഞ്ചിരി അർത്ഥം രാമന് പ്രശ്നമില്ല എന്നല്ല. ടോട്ടൽ രാമായണം നോക്കൂ, സംഘർഷങ്ങളും വിഘ്നങ്ങളും പ്രശ്നങ്ങളുടെ നടുവിലൂടെ കടന്നു പോണേ. പക്ഷേ രാമൻ്റെ മുഖം സദാ ശാന്തമാണ്. എന്തുകൊണ്ട്? ഇവിടെ ബൾബിൽ പ്രകാശമുണ്ട്. ഈ സദോഗുണങ്ങളുടെ വെളിച്ചത്തെയാണ് കാര്യങ്ങളിൽ ഉപയോഗിച്ച് യാത്ര ചെയ്യണത്. കാരണം എന്താ? ഈ സദോ ഗുണങ്ങളെന്ന് പറയുന്നതാണ് രാമൻ്റെ ആയുധം. അതുകൊണ്ടാണ് രാമായണത്തിൽ പോലും എഴുതിയിരിക്കുന്നത്, സാധാരണ അമ്പും വില്ലും ധരിച്ച ഒരാളായിട്ട് നിങ്ങൾ രാമനെ കരുതുന്നുവെങ്കിൽ അത് നിങ്ങളുടെ തെറ്റാണ്, അത് നിങ്ങളുടെ അജ്ഞാനമാണ്. രാമൻ്റെ കയ്യിലുള്ളത്
ഈ ഉറയിലെ അമ്പും വില്ലിൻ്റെയും വിഷയമല്ല. ആത്മാവാകുന്ന രാമന്മാരായ നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ ഈ മുഖ്യ ആയുധങ്ങളുണ്ട്. ഏതായുധം? ഈ ദിവ്യ ഗുണങ്ങളാണ് നമ്മുടെ ദിവ്യ അസ്ത്രങ്ങൾ. ഇതിഹാസമെല്ലാം നോക്കൂ, എല്ലാ ഇതിഹാസവും നോക്കൂ. രാമായണമാകട്ടെ, മഹാഭാരതമാകട്ടെ, അല്ലേ? ഒരു പോസിറ്റീവായിട്ടുള്ള ക്യാരക്ടറിനെ കാണിക്കും, ഒരു നെഗറ്റീവായിട്ടുള്ള ക്യാരക്ടേഴ്സ്, പിന്നെ രണ്ട് കൂട്ടരും കൂടെ തമ്മിലുള്ള യുദ്ധം. അവസാനം എന്തായി? അല്ലേ? പോസിറ്റിവിറ്റിയുടെ വിജയം. ഒന്നുകിൽ പാണ്ഡവ കൗരവ യുദ്ധം, പാണ്ഡവർ ജയിക്കുന്നു. രാമരാവണ യുദ്ധം രാമായണത്തിൽ, രാമൻ ജയിക്കുന്നു, രാവണൻ തോൽക്കുന്നു. ദേവാസുര യുദ്ധം, ദേവന്മാർ ജയിക്കുന്നു, അസുരന്മാർ തോൽക്കുന്നു. അല്ലേ? ഇവിടെ എന്താ നമുക്ക് മനസ്സിലാക്കി തരുന്ന ഈ യുദ്ധത്തിൽ? ധർമ്മത്തിൻ്റെ വിജയം, നന്മയുടെ വിജയം, അല്ലേ? ധാർമ്മികതയുടെ വിജയം, സത്യതയുടെ വിജയം. ബാക്കി അസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് യുദ്ധത്തിൽ. സാധാരണ എല്ലാ യുദ്ധങ്ങളിലും നമ്മൾ നോക്കിക്കോളൂ. നിങ്ങൾ മഹാഭാരതമാണെങ്കിലും രാമായണത്തിലെ യുദ്ധങ്ങളിലും ഒക്കെ നമ്മൾ കേൾക്കില്ലേ? യുദ്ധം നടക്കുമ്പോൾ രണ്ട് തരത്തിലുള്ള അസ്ത്രങ്ങളാണ് ഉപയോഗിക്കപ്പെടുന്നത്. ഏതൊക്കെ? ഒന്ന് സാധാരണ അസ്ത്രങ്ങൾ ഉപയോഗിക്കും, അമ്പ് തൊടുക്കും, ഇവിടുന്ന് ഒരു അമ്പ് അങ്ങോട്ടേക്ക്, അവിടുന്ന് ഒരു അമ്പ് ഇങ്ങോട്ട് വരും, രണ്ടും കൂടെ ആകാശത്ത് വെച്ച് ഇല്ലാണ്ടാകും, അല്ലേ? വാളിന് നേരെ വാളെടുക്കും, അമ്പെടുക്കുമ്പോൾ അമ്പെടുക്കും, കുന്തം എടുക്കുമ്പോൾ അടുത്ത ആൾ കുന്തം എടുക്കും, അല്ലേ? മാരകായുധങ്ങളെല്ലാം ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് ഒരു തരത്തിലുള്ള അസ്ത്രപ്രയോഗം, ആയുധങ്ങളുടെ ഉപയോഗം. അവയെ മാരകായുധങ്ങളെന്നാണ് പറയണം നമ്മൾ. അതുപയോഗിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുകയും കൊലവിളിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഒപ്പം നമ്മൾ യുദ്ധങ്ങളിൽ ഇതിഹാസത്തിൽ തന്നെ നോക്കിക്കോളൂ, ഇനി ഒരു തരത്തിലുള്ള അസ്ത്രം പ്രയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഏതാണ്? ദിവ്യാസ്ത്രം. ദിവ്യാസ്ത്രം എങ്ങനെയാണ് എടുക്കുന്നത്? തപസ് ചെയ്ത് ദിവ്യാസ്ത്രം നേടിയതായിട്ടാണ് നമ്മൾ കേട്ടിട്ടുള്ളത്, അല്ലേ? ശിവനെ തപസ് ചെയ്തു, പാശുപതാസ്ത്രം നേടി. ബ്രഹ്മാവിനെ തപസ് ചെയ്തു, ബ്രഹ്മാസ്ത്രം നേടി. വിഷ്ണുവിനെ തപസ് ചെയ്തു, അല്ലേ? സുദർശനം സ്വന്തമാക്കി. ഈ അസ്ത്രങ്ങൾ എടുത്തിട്ട് അത് ഉപയോഗിക്കുന്നത് എപ്പോഴാണ്? സാധാരണ യുദ്ധം തുടങ്ങിയിട്ട് നീണ്ടു പോവുക, യുദ്ധം നിൽക്കുന്നതേയില്ല, യുദ്ധത്തിലൊരു വിജയം കാണാൻ പറ്റുന്നില്ല. അപ്പോൾ എന്താകും? വളരെ ദിവസങ്ങളോളം മാസങ്ങളോളം യുദ്ധം നീണ്ടു നിൽക്കുമ്പോൾ അതിനൊരു പരിസമാപ്തി ഉണ്ടാകണമെങ്കിൽ അവസാന കൈക്ക് എന്താ ഉപയോഗിക്കുന്നത്? ദിവ്യാസ്ത്രം പ്രയോഗിക്കുന്നത് കാണാം. ഇനി ദിവ്യാസ്ത്ര യോദ്ധാവ് എങ്ങനെ പ്രയോഗിക്കണേ? ധ്യാനിച്ചിട്ടാണ്. പറയുന്നിടത്ത് അങ്ങനെ അങ്ങ് അമ്പെറിയുകയല്ല, ധ്യാനത്തിലിരുന്നിട്ടാണ് അസ്ത്രം പ്രയോഗിക്കണം. എൻ്റെ അർത്ഥം എന്താ? ദിവ്യാസ്ത്രങ്ങൾ കിട്ടുന്നതും ധ്യാനം, തപസ് ചെയ്തിട്ടാണ്. ദിവ്യാസ്ത്രം പ്രയോഗിക്കുന്നതും ധ്യാനത്തിലാണ്. അപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ദിവ്യ അസ്ത്രം, ആ വാക്ക് തന്നെ നോക്കൂ, ദിവ്യമായ അസ്ത്രം. ഏതെങ്കിലും ആയുധങ്ങളെ നമ്മൾ ന്യൂക്ലിയർ ബോംബുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, നമ്മളാരെങ്കിലും പറയുമോ ദിവ്യമായ ബോംബെന്ന്, ദിവ്യമായ ന്യൂക്ലിയർ ബോംബെന്ന്, ദിവ്യമായ തോക്കെന്ന് പറയാറുണ്ടോ? ഇല്ലല്ലോ, അല്ലേ? അതിനെയൊന്നും ദിവ്യെന്ന് പറയാറില്ല. കാരണം എന്താ? അത് ഉപയോഗിക്കുന്നതിലൂടെ ഉണ്ടാകുന്നത് സർവനാശമാണ്, ഡിസ്ട്രാക്ഷനാണ്. പക്ഷേ നമുക്ക് ശാസ്ത്രങ്ങളിൽ പറയുന്ന ദിവ്യ ആയുധം അപ്പം എന്തായിരിക്കണം? ഏത് ആയുധം ഉപയോഗിച്ചിട്ടാണോ ഒരു ഡിവിനിറ്റി ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞത്, ദിവ്യത, നിർമ്മാണ പ്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന ആയുധം, കൺസ്ട്രക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ആയുധത്തിൻ്റെ പേരാണ് ദിവ്യായുധം. എന്താ കൺസ്ട്രക്ഷൻ? എന്ത് കൺസ്ട്രക്ഷനാണ് ദിവ്യായുധത്തിലൂടെ നടക്കണേ? നമ്മൾ കഥകളിൽ കേട്ടിട്ടുണ്ടല്ലോ, അല്ലേ? അയ്യപ്പൻ ആയുധം കൊണ്ട്, അല്ലേ, മഹിഷിയെ കൊന്നു. ദിവ്യായുധം ഉപയോഗിച്ചു എന്നാണ് പറയാം. ദിവ്യാസ്ത്രം ഉപയോഗിച്ചു. മഹിഷിയിൽ നിന്ന് മാളികപ്പുറത്തമ്മ വന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മഹിഷം മാറി മാളികപ്പുറത്തമ്മയായി. അതാണ് ദിവ്യാസ്ത്ര പ്രയോഗത്തിലൂടെ ഉണ്ടാകുന്ന പരിവർത്തനം. മഹിഷി അസുരം മാറുകയാണ് അവിടെ. ആസുരീയത, രാക്ഷസീയത മാറി എന്താകുകയാണ്? മാളികപ്പുറത്തമ്മ, ഡിവിനിറ്റി പുറത്ത് വരികയാണ്. അപ്പം അതിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഇതൊരു സ്പിരിച്വൽ ആയിട്ടുള്ള ആത്മീയമായ വധമാണ്. സാധാരണ കൊലയോ കൊലപാതകത്തിൻ്റെയോ കാര്യമേ അല്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്?
ഈ ദിവ്യ ഗുണങ്ങൾ 7 ദിവ്യാസ്ത്രങ്ങൾ പോലെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കും ഈ അസ്ത്രങ്ങളെ ഉപയോഗിച്ച് നമ്മുടെ ജീവിതത്തിൽ ഒരു സ്പിരിച്വൽ റവല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റും, റവല്യൂഷണറി ചേഞ്ച് കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇപ്പം സുദർശനം തന്നെ പണ്ട് നിങ്ങൾ കഥയിൽ കേട്ടിട്ടുണ്ടാകും അംബരീക്ഷ മഹാരാജാവിൻ്റെ കഥ. അംബരീക്ഷ രാജാവ് തപസ് ചെയ്ത് സുദർശനം സ്വന്തമാക്കി വിഷ്ണുവിൽ നിന്ന്. ഒരിക്കൽ ദുർവാസാവ് വന്ന് വളരെ പരീക്ഷിക്കാൻ വേണ്ടി അംബരീക്ഷ രാജാവിൻ്റെ അടുത്ത് വന്ന് വളരെയധികം ഉപദ്രവിച്ച അവസാനം ദുർവാസാവ് അംബരീക്ഷന് സർവനാശത്തിനുള്ള പുറപ്പാട് ദുർവാസാവിൻ്റെ കണ്ടപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ അവസാന കൈക്ക് അംബരീക്ഷൻ ദുർവാസാവിന് നേരെ സുദർശനം എടുത്ത് ഉപയോഗിക്കുകയാണ്. ദുർവാസാവ് 3 ലോകങ്ങളും ചുറ്റിക്കറങ്ങാണ് രക്ഷപ്പെടാൻ സുദർശനത്തിൽ നിന്ന്. ബ്രഹ്മാവിൻ്റെ അടുത്ത് പോയി അദ്ദേഹം പറഞ്ഞു, എൻ്റെ അടുത്ത് വന്നിട്ട് കാര്യമില്ല. ശിവൻ്റെ അടുത്ത് പോയി, എൻ്റെ അടുത്ത് വന്നിട്ട് കാര്യമില്ല, കാരണം ഈ ആയുധത്തിൻ്റെ ഉടമ ഞാനല്ല. അവസാനം വിഷ്ണുവിൻ്റെ അടുത്ത് പോയി, വിഷ്ണുദേവൻ എന്താ പറയണേ, ഈ സുദർശനത്തിൻ്റെ ഉടമ ഇപ്പം ഞാനല്ല, ഇപ്പോൾ ഇത് അംബരീക്ഷൻ്റെ ആയുധമാണ്, ഇത് അംബരീക്ഷനാണ് ചെയ്തിരിക്കണേ, അതുകൊണ്ട് അംബരീക്ഷൻ്റെ മാത്രമേ ഇതിനെ തിരിച്ചെടുക്കാൻ പറ്റൂ. അതുകൊണ്ട് പോയിട്ട് അങ്ങ് അംബരീക്ഷനോട് മാപ്പ് പറയും. അവസാനം അംബരീക്ഷനോട് മാപ്പ് പറയുകയും അംബരീക്ഷൻ സുദർശനം പിൻവലിക്കുകയാണ്. ഇതിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? നമുക്ക് ഏതൊരു സാധാരണക്കാരനും ദിവ്യാസ്ത്രങ്ങൾ സ്വന്തമാക്കാം. പക്ഷേ 2 കണ്ടീഷൻ. എന്താ കണ്ടീഷൻ? ദിവ്യാസ്ത്രം ലഭിക്കണമെങ്കിൽ തപം ചെയ്യണം. ഈ ആത്മാവാകുന്ന രാമന് പരമാത്മാവാകുന്ന രാമനുമായിട്ട് അല്ലേ കണക്ഷൻ വെച്ച് സർവശക്തിവാനിൽ നിന്ന് നമുക്ക് ഈ സദോ ഗുണങ്ങളും ദിവ്യ ഗുണങ്ങളെയും നിറയ്ക്കാം. ഇത് നമുക്ക് ആയുധങ്ങളായിട്ട് മാറും. രണ്ടാമത്തേത് ഏതാണ്? നമുക്ക് ഈ ആയുധങ്ങളെ ജീവിതത്തിൽ ഉപയോഗിക്കണമെങ്കിൽ ദിവ്യാസ്ത്രങ്ങൾ എവിടെയാണ് പ്രയോഗിക്കുക? നിങ്ങൾ കഥകളിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ദിവ്യാസ്ത്രം പ്രയോഗിക്കുമ്പോൾ ഇവിടുന്ന് അഗ്നേയാസ്ത്രം അങ്ങോട്ട് അയക്കുമ്പോൾ, അഗ്നി അങ്ങോട്ട് അയക്കുമ്പോൾ അവിടുന്ന് ദിവ്യാസ്ത്രം എന്താ തൊടുത്തുവിടുക? വെള്ളമായിട്ടാണ്. അഗ്നി അണയ്ക്കാൻ വെള്ളത്തെ ഉപയോഗിക്കുകയാണ്. നാഗാസ്ത്രം അങ്ങോട്ട് തൊടുത്തു വിടുമ്പോൾ അവിടുന്ന് എന്താ വിടുക? ഗരുഡാസ്ത്രമാണ്. നാഗത്തെ വിഴുങ്ങാൻ ഗരുഡനെ കഴിയിക്കുകയുള്ളൂ. ഓപ്പോസിറ്റാണ് ഉപയോഗിക്കുക. ഇതിൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം? നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിലേക്ക് ഇനി നമുക്ക് വരാം. ഇതെല്ലാം നമ്മൾ കഥകളിൽ കേട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോൾ എന്തായി? ഇപ്പം നമ്മളെല്ലാവരും തൊടുത്തുവിടുന്ന അസ്ത്രം എന്താ? കുട്ടികൾ പോലും നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. നമ്മളൊന്ന് ദേഷ്യപ്പെട്ടു എന്നിരിക്കട്ടെ, അച്ഛനോ അമ്മയോ ഒന്ന് ദേഷ്യപ്പെട്ടൊരു കാര്യം പറഞ്ഞാൽ കുട്ടികൾ എന്താ ചെയ്യുക? നമ്മൾ ഒരു ചാട്ടം അങ്ങോട്ട് ചാടി അവർ 2 ചാട്ടം അങ്ങോട്ട് ചാടും അല്ലേ? നമ്മൾ ഏത് ആയുധം ഉപയോഗിക്കുന്നോ ടിറ്റ് ഫോർ ടാറ്റ് എന്നല്ലേ പറയാം, ഉരുളയ്ക്കുപ്പേരി പോലെയാണ്. നമ്മൾ ഏത് അസ്ത്രം ഉപയോഗിക്കണോ അതേ അസ്ത്രമാണ് തിരിച്ചുപയോഗിക്കുക. അപ്പം നമ്മൾ നമ്മുടെ മക്കളെയും പഠിപ്പിക്കുകയാണ്. എന്താ പഠിപ്പിക്കണം? ദേഷ്യപ്പെടാൻ, മോശവാക്കുകൾ ഉപയോഗിക്കാൻ അല്ലേ, അസഭ്യ വാക്കുകൾ ഉപയോഗിക്കാൻ. നമ്മൾ നമ്മുടെ കുട്ടികളോട് തന്നെ കള്ളം പറയുമ്പോൾ കള്ളം പറയാൻ നമ്മളവരെ പഠിപ്പിക്കുകയാണ്. ഭാര്യയും ഭർത്താവും കൂടെ നമ്മൾ വീട്ടിൽ വഴക്കിടുമ്പോൾ നമ്മുടെ മക്കൾക്ക് നമ്മൾ ട്രെയിനിങ് കൊടുക്കുകയാണ്. കല്യാണം കഴിച്ചാൽ അവരുടെ മനസ്സിൽ ഓട്ടോമാറ്റിക്കലി രജിസ്റ്റർ ആകും, ഭാര്യയോട് ഇങ്ങനെ പെരുമാറേണ്ടത്. മനഃപൂർവ്വമല്ല, ഇതിലേക്ക് ഗ്രാസ്പ് ചെയ്യും. ഭാര്യയോട് ഇങ്ങനെ പെരുമാറണം, കാരണം എൻ്റെ അച്ഛൻ എൻ്റെ അമ്മയോട് ഇങ്ങനെയായിരുന്നു, എൻ്റെ അമ്മ എൻ്റെ അച്ഛനോട് ഇങ്ങനെയാണ് പെരുമാറിയത്. നമ്മൾ അവർക്ക് ട്യൂഷൻ കൊടുക്കുക, ട്രെയിനിങ് കൊടുക്കുക അല്ലേ? അപ്പം നമുക്ക് ഈ സത്സംഗത്തിലൂടെ പരമാത്മാ നമ്മൾ കുട്ടികളെ എന്താ പഠിപ്പിക്കണേ? മക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും ഈ ദിവ്യാസ്ത്രങ്ങൾ നിങ്ങളുടെ പക്കലുണ്ട്. നിങ്ങൾക്കിനി ഇതിനെ അല്ലേ ഒന്ന് പൊടി തട്ടിയെടുത്താൽ മതി. പക്ഷേ ഇതിനെ കുറേ കാലങ്ങൾ കൊണ്ട് ഉപയോഗിക്കാതിരുന്നത് കൊണ്ട് ഇതിൻ്റെ മേലെല്ലാം പൊടി പിടിച്ചിരിക്കുകയാണ്. കാരണം നമുക്കിവിടെ വെളിച്ചം ഉണ്ടായിരുന്നില്ല. ഈ അസ്ത്രങ്ങൾ എവിടെയാണ് സൂക്ഷിച്ചിരുന്നത്? ഞാൻ ആത്മാവാണെന്നുള്ള ബോധം ഉണ്ടായിരുന്നില്ല. നമ്മുടെ ബോധത്തിൽ ശരീരമാണെന്ന ബോധമായിരുന്നു. അതുകൊണ്ട് ശരീരബോധത്തിലിരുന്നത് കാരണം എന്തായി? നമ്മൾ ഹാർഡ് ടൂൾസ്, മാരകായുധങ്ങളാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ക്രോധത്തിൻ്റെ, അഹങ്കാരത്തിൻ്റെ, ദേഷ്യത്തിൻ്റെ അല്ലേ. ഇപ്പം നമുക്ക് വെളിച്ചം കിട്ടിയപ്പോൾ നമുക്ക് മനസ്സിലായി ഈ ദിവ്യാസ്ത്രങ്ങൾ എവിടെ ഇരിക്കണേ? ഞാൻ ആത്മാവാകുന്ന രാമനാണ്. എൻ്റെ കയ്യിൽ ഈ ദിവ്യാസ്ത്രങ്ങൾ, ദിവ്യ ഗുണങ്ങളുണ്ട്. അതിനെന്ത് ചെയ്യണം? ധ്യാനിക്കണം ഉപയോഗിക്കണമെങ്കിൽ.
എന്താ ധ്യാനം വേണ്ടേ? ഞാൻ ശാന്ത സ്വരൂപമായൊരു വെളിച്ചമാണ്. ശാന്തിയുടെ ശക്തി എൻ്റെ പക്കലുണ്ട്. സ്നേഹത്തിൻ്റെ ശക്തി എൻ്റെ പക്കലുണ്ട്. നമ്മൾ കേട്ടിട്ടുണ്ട് സ്നേഹത്തിന് കല്ലിനെ പോലും വെള്ളമാക്കാൻ കഴിയും. പക്ഷെ ഇപ്പം നമുക്ക് തിരിച്ചറിയേണ്ട വസ്തുത ഇതാണ്. ഏതാണ്? എനിക്ക് ഈ അസ്ത്രങ്ങളെ ഉപയോഗിക്കുന്ന ശീലം കൊണ്ടുവരണം. ശീലം നമുക്കുണ്ടാക്കിയെടുക്കണം. അതിനുവേണ്ടി എന്ത് വേണം? നമുക്കും സുദർശനം വേണം. സുദർശനാർത്ഥം നല്ലത് കാണാനുള്ള കഴിവ്. ആദ്യം നമ്മൾ നമ്മളിലെ നല്ലത് കാണണം. ഞാനൊരാത്മാവാണെന്ന് കാണണം. അകക്കണ്ണ് തുറക്കണം. പുറമേ ഈ ശരീരത്തെ മാത്രമേ അത് ഈ കണ്ണ് കാണിച്ചു തരുള്ളൂ. കണ്ണാടിയുടെ മുന്നിൽ പോയാൽ ഈ ദേഹേ കാണുള്ളൂ. ആദ്യം ഞാൻ ആരെ കാണണം? ഞാൻ എന്നെ കാണണം. എങ്ങനെ കാണണം? എൻ്റെ സത്യസ്വരൂപത്തെ കാണണം. രണ്ടാമത്തത് എന്താ? ഞാൻ ഉണരണം, ബോധം വരണം. അറിഞ്ഞാൽ മാത്രം പോരാ ഞാൻ ആത്മാവാണെന്ന്. ആത്മാവാണെന്ന ബോധത്തിൽ ജീവിക്കണം. നമ്മൾ ചിലപ്പോൾ നമ്മുടെ വീട്ടിലുള്ളവരോട് ചോദിക്കില്ല, എന്താ നിനക്കൊരു ബോധമില്ലേ? റോഡിലൂടെ ഒരു ബോധമില്ലാത്ത ഒരാൾ നടന്നു പോയാൽ നമ്മൾ പറയില്ലേ, ആ കണ്ടില്ലേ ബോധമില്ല, അയാൾക്ക് സ്വബോധം നഷ്ടപ്പെട്ട ആളാ, ഭ്രാന്തനാ. അപ്പം നമ്മുടെയൊക്കെ വിചാരം എന്താ? നമ്മളൊക്കെ ഭയങ്കര ബോധമുള്ളവരാ. ഇപ്പോഴല്ലേ നമുക്ക് മനസ്സിലായി നമ്മുടെയൊക്കെ എന്താ അവസ്ഥ. നമ്മളൊക്കെ എങ്ങനെ ജീവിച്ചിരുന്നേ? ഈ ബോധം നമുക്കുണ്ടായിരുന്നോ? നമ്മളെന്താ വിചാരിച്ചാൽ അയാൾ ഭ്രാന്തനേ, കണ്ടില്ലേ കല്ലുപറക്കി എറിയണേ, വണ്ടിയിൽ കല്ലുപറക്കി എറിയണോ, നടന്നു പോകുന്നവരെ എറിയണോ. നമ്മൾ എത്ര കല്ല എറിഞ്ഞുകൊണ്ടിരുന്നേ? അയാൾ പോട്ടെ, വല്ലപ്പോഴും പാവം അയാൾക്ക് മാനസിക രോഗമായതുകൊണ്ടാണ് എറിയണേ. പക്ഷേ നമുക്കാർക്കും മാനസിക രോഗമൊന്നുമില്ല. എന്നിട്ടും നമ്മൾ ഓർമ്മ വെച്ച കാലം മുതൽ എത്ര കല്ല പരസ്പരം എറിഞ്ഞുകൊണ്ടിരിക്കണേ? എത്ര ചില്ലുകളാണ് നമ്മൾ പൊട്ടിച്ചുകൊണ്ടിരിക്കണേ? എത്ര മനസ്സുകളെ, ഹൃദയങ്ങളെ തകർത്തേ, എത്ര ബന്ധങ്ങളെ കേടുവരുത്തിയത്, എത്ര മനസ്സുകൾക്ക് ദുഃഖം കൊടുത്തിട്ടുണ്ട്, എത്രത്തോളം സ്വയം നമ്മൾ ദുഃഖിതരായി, ടെൻഷനായി അല്ലേ? ഇതാണ് ബോഡി കോൺഷ്യസ് ലിവിങ്. ദശമുഖനായി ജീവിച്ചാലുള്ള കുഴപ്പം ഇതാ. നമ്മുടെ ജീവിതം സ്വയവും ദുഃഖം, ഇരുട്ട്, മറ്റുള്ളവരുടെ ജീവിതത്തിലും ദുഃഖം, വേദന, ഇരുട്ടുണ്ടാക്കി കൊടുക്കുക അല്ലേ? അപ്പം അതുകൊണ്ട് നമുക്ക് ഇന്ന് മുതൽ എന്ത് ലക്ഷ്യം വയ്ക്കണം? ഇന്ന് 3-ാമത്തെ ദിവസമാണ് കർക്കിടകത്തിൻ്റെ ഈ രാമായണമാണല്ലോ ആത്മാവായ ഞാൻ. ഈ യാത്രയിൽ നമുക്ക് ഓരോരുത്തർക്കും ഈ ലക്ഷ്യം വയ്ക്കാം. ഏത് ലക്ഷ്യം? എനിക്ക് ദിവ്യ അസ്ത്രങ്ങളെ ഉപയോഗിക്കണം. അതിനെന്താ ചെയ്യുക? ദിവ്യാസ്ത്രം ഉപയോഗിക്കാൻ എന്ത് ചെയ്യണം? നോക്കൂ, വീടുകളിൽ നിന്ന് നമുക്ക് പറയാറുണ്ട് എപ്പോഴും ഭഗവാൻ തൻ്റെ മഹാവാക്യത്തിൽ ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം എന്നാ പറയാം. നമ്മുടെ മാറ്റം, പരിവർത്തനം, പരോപകാരം കുടുംബത്തിൽ നിന്ന് ആരംഭിക്കണം. നാട്ടുകാർക്ക് ആർക്കെങ്കിലും പൈസ ഇല്ലാത്തവർക്ക് കൊണ്ടുപോയി പൈസ കൊടുത്തു, അല്ലെങ്കിൽ ഒരു മരുന്ന് വാങ്ങിക്കൊടുത്തു, ഞാൻ വലിയ ദാനം ചെയ്തു. വീട്ടിൽ വന്നിട്ട് ഹസ്ബൻഡ് വൈഫിൻ്റെ അടുത്ത് ചാടിക്കളിച്ചു, തല്ലുകൂടി. എന്ത് അനുകമ്പയെ നമുക്ക്! അമ്പലത്തിൽ പോയി അമ്മേ ദേവി ശരണമെന്ന് പാടും. സ്വന്തം അമ്മയുടെ അടുത്ത് മുഖം തിരിക്കുക അല്ലേ? സ്വന്തം അമ്മയെ തല്ലുക, സ്വന്തം അമ്മയെന്ന് അമ്മയെന്ന് പോലും വിളിക്കാതിരിക്കുക. അമ്പലത്തിലിരിക്കുന്ന മൂർത്തിയുടെ മുന്നിൽ പോയി അമ്മേ ദേവി ശരണം. ഇവിടെ ചൈതന്യത്തിൽ മുന്നിലൊരു ദേവി ഇരിക്കുകയാണമ്മ. അവരുടെ അടുത്ത് എങ്ങനെയാണ് പെരുമാറുന്നത്? നമ്മൾ ആലോചിക്കുക. എവിടെയാണ് നമുക്ക് തിരുത്തൽ കൊണ്ടുവരേണ്ടതെന്ന് നമുക്ക് സ്വയം ചിന്തിക്കാം. നമുക്ക് നമ്മളെ തിരുത്താം. കാരണം നമുക്ക് ഈ യാത്ര രാമനെ പോലെ പൂർത്തിയാക്കണം. വേണ്ടേ? ജീവിതയാത്ര രാമൻ്റെ അയനമായിരിക്കണം. ആത്മാവാകുന്ന രാമൻ്റെ അയനമാണ് നമുക്ക് നടത്തേണ്ടത്. പുരുഷോത്തമനായിട്ട് നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അതിന് നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് ആരംഭിക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ വീട്ടിൽ അച്ഛനമ്മ, ഹസ്ബൻഡ്, വൈഫ്, മക്കൾ അല്ലേ? ഒന്നിൽ നമ്മുടെ സ്വന്തം അച്ഛനമ്മ ഉണ്ടാകും, അല്ലെങ്കിൽ അമ്മായി അച്ഛനും അമ്മായിയമ്മ. അതും ഒരു അച്ഛനും അമ്മയാണ്. രണ്ടിലാരുടെയെങ്കിലും ഒരാളുടെ മാതാവും പിതാവുമാണ്. അതുമാത്രമാണ് ഒരു കുടുംബം. പിന്നെ ജോലി സ്ഥലത്ത് മാത്രമാണ് പലരും ഉള്ളതല്ലേ? ഈ സമയത്ത് സിസ്റ്റർക്ക് ഓർമ്മ വരുന്നത് വലിയൊരു കുടുംബം, 350-400 പേരുടെ കുടുംബത്തെ നയിച്ച് മുന്നോട്ട് കൊണ്ടുപോയി ഈ ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ സ്ഥാപനയ്ക്കും നിമിത്തമായ ബ്രഹ്മബാബയുടെ ജീവിതം
ബ്രഹ്മബാബയെ കണ്ടിട്ടില്ല. പക്ഷേ ബാബയുടെ ജീവിതത്തിൻ്റെ ഹിസ്റ്ററിയിൽ ബാബയോടൊപ്പം ജീവിച്ചിരുന്ന 350 പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അദ്ദേഹം ലൗകികത്തിൽ ഒരു വജ്ര വ്യാപാരിയായിരുന്നു, കോടീശ്വരനായ ഒരു ബിസിനസ്സുകാരൻ. ആ സമയത്ത് 1900-കളിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ വജ്ര വ്യാപാരത്തിൽ ഇന്ത്യൻ വജ്രവ്യാപാരികളുടെ പ്രസിഡൻറ്റ് വരെയായിരുന്നു. കോടീശ്വരനായിരുന്നു. പക്ഷേ ഒരിക്കൽ പോലും ഒരു കള്ളത്തരവും ബിസിനസ്സിൽ ചെയ്യാത്ത ആളാണെന്നാണ് പറയാം. ഒരിക്കൽ പോലും. തൻ്റെ ഭൗതിക 5 മക്കളുടെ പിതാവാണ്. മക്കളെല്ലാവരും പറയുന്നുണ്ട് അനുഭവം, ഒരിക്കൽ പോലും ഞങ്ങളുടെ കുട്ടിക്കാലം മുതൽ അച്ഛൻ ദേഷ്യപ്പെട്ട് കണ്ടിട്ടില്ല. ഒരിക്കൽ ഇത്രയും വലിയ വ്യാപാരി വായി കൊണ്ട് ഒരിക്കലും അസത്യം പറഞ്ഞിട്ടില്ല. അതിനുശേഷം 60 വയസ്സിന് ശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആധ്യാത്മിക മാർഗത്തിലെ പരമാത്മാവിൽ നിന്ന് ഈ ഈശ്വരീയ ജ്ഞാനം കിട്ടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ അയനം, ജീവിതയാത്ര രാമായണം പോലെ തന്നെയായിരുന്നു. രാമൻ്റെ അയനമാണ് അദ്ദേഹം നടത്തിയത്. 350 പേര്, അതിൽ തൻ്റെ കുടുംബം, ഭാര്യയും മക്കളും കുറച്ച് പേര്, ബാക്കി പല പല കുടുംബങ്ങൾ, പല സ്വഭാവങ്ങൾ, സംസ്കാരങ്ങളുള്ളവർ. ഈ 350-400 പേര് ഒരു ഭവനത്തിൽ അദ്ദേഹത്തോടൊപ്പം ജീവിച്ചു 33 വർഷക്കാലം. 33 വർഷത്തിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ത്യാഗം ചെയ്യുന്നത്. ആ 33 വർഷത്തെ ജീവിതത്തിൽ പല സ്വഭാവങ്ങൾ, ആരെ അദ്ദേഹം സ്പിരിച്വലി എൻലൈറ്റൻഡ് ആക്കിക്കൊണ്ടിരുന്നോ അവരിൽ പോലും പലരും അദ്ദേഹത്തിനടുത്ത് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും അദ്ദേഹം ഓരോരോ കുട്ടികളോടും ഇത്രയും സ്നേഹത്തോടു കൂടി പെരുമാറി ഒരിക്കൽ പോലും അദ്ദേഹം ദേഷ്യപ്പെട്ട് കണ്ടിട്ടില്ല എന്ന് നമ്മുടെ ബാബയോടൊപ്പം ജീവിച്ചിരുന്ന മുതിർന്ന സഹോദരന്മാർ പറയും. ദേഷ്യപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, എത്ര മോശമായിട്ട് അദ്ദേഹത്തിനോട് പെരുമാറിയവരുടെ അടുത്ത് പോലും അദ്ദേഹം വീണ്ടും അവരുടെ പ്ലസ്സുകൾ, നന്മകൾ കണ്ടിട്ട് അവരെ വളർത്താൻ സഹായിച്ചിരുന്നു. അപ്പോൾ കുട്ടികൾ പറയുമായിരുന്നു, ഞാൻ ഇത്രയും ഉള്ളിൽ ഗിൽറ്റ് ഫീൽ ചെയ്യുമായിരുന്നു, ഞാൻ എത്ര മോശമായിട്ട് പെരുമാറിയിട്ടും ബാബയാണ്. കാരണം അദ്ദേഹം ദിവ്യ ഗുണങ്ങളുടെ അസ്ത്രങ്ങൾ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അദ്ദേഹത്തെ കൊലയാളി വന്നു. കൊലയാളിയെ പോലും അദ്ദേഹം എന്താ വിളിച്ചതെന്നറിയൂ? മീഠേ ബച്ചേ, മധുരമായ കുട്ടി. അദ്ദേഹത്തിൻ്റെ ദിവ്യ ഗുണങ്ങളുടെ അസ്ത്രങ്ങളുടെ തിളക്കം കാരണം ആ പ്രകാശത്തിൽ കൊലയാളിയുടെ കയ്യിൽ നിന്ന് കത്തി താഴെ വീണുപോയി. ഏറ്റവും വലിയ ചമ്പൽ കൊള്ളക്കാരനായിരുന്നു വന്നത്. പക്ഷേ അയാൾക്ക് കൊല്ലാൻ കഴിഞ്ഞില്ല. ദിവ്യ ഗുണങ്ങളുടെ പ്രകാശം അദ്ദേഹത്തിന് രക്ഷാകവചമായിട്ട് മാറി. അപ്പം നമുക്ക് നമ്മുടെ വീട്ടിൽ എന്നാ ചോദിക്കും, സിസ്റ്റർ നമ്മളൊക്കെ സാധാരണക്കാരല്ലേ? ശരിയാണ്, നമ്മളെല്ലാവരും സാധാരണക്കാരാണ്. പക്ഷേ നമ്മുടെ അസാധാരണത്വം എന്താണ്? നമ്മൾ ഓരോരുത്തരും ആത്മാരാമന്മാരാണ്. പുറമേ നമ്മൾ അല്ലേ, സ്ത്രീയാണ്, പുരുഷനാണ്, അമ്മയാണ്, ഹസ്ബൻഡാണ്, എല്ലാ റോളും നമുക്ക് എല്ലാവർക്കും അഭിനയിക്കണം. പക്ഷേ ജീവിതത്തിൻ്റെ ഈ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. നമ്മുടെ എല്ലാവരുടെയും പക്കൽ ഇവിടെ എന്തുണ്ട്? ഈ ആവനാഴിയിൽ, ആത്മാവിൻ്റെ ഈ ആവനാഴിയിൽ ഈ 7 ഗുണങ്ങളുടെ ദിവ്യാസ്ത്രങ്ങൾ ഓൾറെഡി ഗിഫ്റ്റഡാണ്. ഇനി നമുക്ക് തപമൊന്നും ചെയ്യേണ്ട അതിനു വേണ്ടി. ഓൾറെഡി ഇൻബിൽട്ടാണ്, ഇവിടെ ഉണ്ട്, എല്ലാം ഇവിടെ ഉണ്ട്. ഒന്ന് പൊടി തട്ടി എടുത്താൽ മതി. കാരണം കുറേ നാൾ കൊണ്ട് ഉപയോഗിക്കണില്ല, അതുകൊണ്ട് പൊടി പിടിച്ചിരിക്കുകയാണ്. ഒന്ന് ഗ്രീസ് ഇട്ടാൽ മാത്രം മതി ഉപയോഗിക്കാതിരുന്നത് കാരണം. അത്രേ ഇപ്പോൾ ചെയ്യാൻ നമുക്കുള്ളൂ. അതിനും സിമ്പിൾ ടെക്നിക്കാണ് ഭഗവാൻ പറയണത്. എന്താ ഈശ്വരൻ പറയണത്? മക്കളെ, നിങ്ങൾ സ്മരിക്കൂ, ഓർമ്മിക്കൂ, അവെയറാകൂ, ഞാൻ ശാന്ത സ്വരൂപ ആത്മാവാണ്. ഈ അവെയർനെസ് 2 തരത്തിൽ കൊണ്ടുവരണം. ഒന്ന്, നമുക്ക് പേപ്പർ വരുമ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നില്ലേ, ഒരാൾ നമ്മളോട് മോശം, ഇപ്പോൾ ഹസ്ബൻഡ് വൈഫാണെന്ന് വിചാരിച്ചോളൂ, അല്ലെങ്കിൽ ഓഫീസിലൊരു രംഗം വിചാരിക്കും. നോക്കൂ, ഒരാൾ പറയാണ് മുഖത്ത് നോക്കി, യു ആർ എ ഫുൾ. പക്ഷേ ആൾ അപ്പോൾ എന്താ പറയണേ? ഐ ആം കൂൾ. നിങ്ങൾ എന്നെ ഫൂളെന്ന് വിളിച്ചതുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല. കാരണം എനിക്കറിയാം ഞാൻ ഫൂളല്ല. അത് നിങ്ങളുടെ കാഴ്ചപ്പാടാണ്. നിങ്ങളുടെ കണ്ണിൽ ഞാൻ ഫൂളാ, പക്ഷേ എൻ്റെ കണ്ണിൽ ഞാൻ ആരാ? ഐ ആം കൂൾ, ഐ ആം എ പീസ്ഫുൾ സോൾ. ഞാൻ ആത്മാരാമനാണ്, ഞാൻ പരമാത്മാവിൻ്റെ സന്താനമാണ്, ഞാൻ ശാന്ത സ്വരൂപമാണ്. ഈ പ്രാക്ടീസ് നമുക്ക് വീട്ടിൽ നിന്ന് ആരംഭിക്കണം.
നമ്മുടെ വീട്ടിൽ തന്നെ എല്ലാ റിലേഷൻഷിപ്പിലും നോക്കൂ. ഇപ്പോൾ ഹസ്ബൻഡ് വൈഫാണെങ്കിൽ തന്നെ ചിന്തിക്കൂ, എൻ്റെ ഹസ്ബൻഡ് എന്നോട് എങ്ങനെയായിരിക്കണമെന്നാണ് ഒരു ഭാര്യ ആഗ്രഹിക്കുക. തിരിച്ചും അതേപോലെ അല്ലേ? നമുക്ക് ഓരോരുത്തർക്കും ഓരോ കൺസെപ്റ്റ് ഉണ്ടല്ലോ, ഓരോ പ്രതീക്ഷയുണ്ടല്ലോ. അതുപോലെ തന്നെയാണോ പെരുമാറണേ? അല്ല. പക്ഷേ തിരിച്ചും അതേപോലെ എൻ്റെ ഹസ്ബൻഡിന് എന്നെ പ്രതിയുള്ള പ്രതീക്ഷ പോലെ തന്നെ അല്ല ഞാൻ, അതുപോലെ തന്നെയാണ് തിരിച്ച് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സിസ്റ്റർക്ക് ഓർമ്മ വരുന്നത്, നമ്മുടെ ശിവാനി ദീദിയുടെ ഒരു പ്രോഗ്രാമില്ലേ, ഒരു മീഡിയ പീപ്പിൾസിൻ്റെ ഒരു പ്രോഗ്രാം നടക്കുകയായിരുന്നു. അപ്പോൾ ശിവാനി ബെഞ്ചി സ്നേഹത്തെക്കുറിച്ച്, സ്നേഹ ആകുന്ന ടൂളിനെ എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ, അത് ജേർണലിസ്റ്റുകളുടെ ഒരു പ്രോഗ്രാമായിരുന്നു, മീഡിയ പീപ്പിൾസിൻ്റെ. ഒരാൾ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് പറഞ്ഞു, ഈ പറയുന്ന സ്നേഹത്തിൻ്റെ ആയുധമൊന്നും നടക്കില്ല സിസ്റ്ററെ ഞങ്ങളുടെ ഓഫീസിലൊന്നും. ഞങ്ങൾക്ക് അവിടെ ദേഷ്യപ്പെട്ടാലൊക്കെ കാര്യങ്ങൾ നടക്കുള്ളൂ, കാരണം ഉടനെ കാര്യം നടക്കണം, മീഡിയയല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഒച്ചയിട്ടൊക്കെ പറ്റുള്ളൂ, നിങ്ങൾ പറയുന്ന ഈ സ്നേഹത്തിൻ്റെ ടൂളൊന്നും അവിടെ വില പോവില്ല പറഞ്ഞു. അപ്പോൾ ശിവാനി ബെഞ്ചി ചോദിച്ചു, ശരി ഇരിക്കൂ. എന്നിട്ട് അദ്ദേഹത്തിനോട് ചോദിച്ചു, താങ്കളോട് താങ്കളുടെ ബോസ് എങ്ങനെ പെരുമാറുന്നതാണ് താങ്കൾക്കിഷ്ടം? താങ്കളുടെ ബോസ് താങ്കളോട് ദേഷ്യപ്പെട്ട് ഒച്ചയിട്ട് 4 ചീത്ത വാക്കുകൾ പറഞ്ഞിട്ട് ജോലി ചെയ്യിപ്പിക്കുമ്പോഴാണോ താങ്കൾ എനർജറ്റിക് ആയിരിക്കുക, ക്രിയേറ്റീവ് ആയിരിക്കുക, കൂടുതൽ പ്രൊഡക്റ്റീവായിരിക്കുക? അപ്പോൾ അദ്ദേഹം എന്ത് പറഞ്ഞു? ഇല്ലില്ല, എന്നോട് സ്നേഹത്തോടെ പെരുമാറിയാലേ ഞാൻ ശരിക്കും പണിയെടുക്കുള്ളൂ. ഇത് തന്നെയാണ് എല്ലാവരുടെയും അവസ്ഥ. നമ്മൾ നമ്മുടെ മക്കളോട് പറയും ചിലപ്പോൾ, നമ്മൾക്ക് എന്ത് തോന്നും, പഠിക്കാഞ്ഞിട്ടല്ലേ, പഠിക്കണമല്ലോ, അല്ലെ കുട്ടി കഴിക്കില്ല, അപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ടാണ്, പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ നോക്കണം. എന്നാൽ ചോദിക്കും, സിസ്റ്ററെ നമ്മൾ നമ്മുടെ മക്കളെ നോക്കണ്ടേ? തീർച്ചയായിട്ടും നോക്കണം. വഴക്ക് പറയണം. പക്ഷേ എങ്ങനെ പറയണം? നമ്മുടെ കുട്ടികൾക്കൊരു കറക്ഷൻ കൊടുക്കുമ്പോൾ നമ്മൾ നോക്കണം നമ്മുടെ ഉള്ളിലേക്ക്. എന്താ നോക്കേണ്ടേ? ഒന്ന്, വാക്കുകൾ ഒരിക്കലും അസഭ്യ വാക്കുകളായിരിക്കരുത്, അപമര്യാദയുടെ വാക്കുകളായിരിക്കരുത്, മാരകായുധങ്ങളായിരിക്കരുത്. അവരുടെ ഹൃദയത്തിൽ പോയി കീറി മുറിച്ച് വേദനിപ്പിച്ച് നമ്മളോട് ദേഷ്യവും വെറുപ്പും ഉണ്ടാക്കരുത്. പക്ഷേ പറയാറില്ലേ, പാമ്പ് ചാകുകയും വേണം, വടിയൊടുകയും ചെയ്യരുത്. അവരുടെ തെറ്റിനെ നമുക്ക് തിരുത്തണം, പക്ഷെ നമ്മുടെ വടി ഒടിയരുത്. ഞാൻ ദേഷ്യം വന്നിട്ടാണോ പറയണം, അത് നമ്മൾ നോക്കണം. ഉള്ളിൽ അവർ പഠിച്ചില്ല പറഞ്ഞിട്ട് എനിക്ക് ദേഷ്യം വന്നു. നമ്മളൊരു കാര്യം സീരിയസ് ആയിട്ട് പറയണത് വേറെ, ഗംഭീരതയോടെ പറയണത് വേറെ. അവരെ അവെയറാക്കണം, നമുക്ക് തീർച്ചയായിട്ടും ഗൈഡ് ചെയ്യണം. പക്ഷേ ആ സമയത്ത് എൻ്റെ ആന്തരിക സ്ഥിതി നമ്മൾ നോക്കണം. ഞാൻ ആന്തരികമായിട്ട് ഡിസ്റ്റർബ്ഡാണ് എങ്കിൽ ഒഴുകുന്ന ഊർജ്ജം ഏതാണ്? നമ്മുടെ വാക്കുകൾക്കൊപ്പം നെഗറ്റീവ് എനർജി ഒഴുകും. നമ്മുടെ ഭാവം നല്ലതാ, മക്കൾ പഠിക്കാനാണ്, പക്ഷെ ഒപ്പം എനർജിയും കൂടെ പോസിറ്റീവ് നമുക്ക് ഒഴുക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്കും കുറച്ച് കഴിയുമ്പം നമ്മൾ ദേഷ്യപ്പെട്ടതിന് ശേഷം നമ്മളിലേക്ക് നോക്കൂ, നമ്മൾ എത്ര ഡിസ്റ്റർബ്ഡാ. കുട്ടിയൊന്ന് തല്ലിയെന്ന് തന്നെ ഇരിക്കട്ടെ, കുട്ടി കരയുന്നതിനേക്കാളും കൂടുതൽ അമ്മയായിരിക്കല്ലേ അച്ഛനായിരിക്കും കുറച്ച് കഴിഞ്ഞ് മനസ്സുകൊണ്ട് കരയുക. നമ്മൾ എത്ര ഡിസ്റ്റർബ്ഡാണ്. അതുകൊണ്ട് നമ്മൾ നോക്കേണ്ടത്, നമ്മളൊരു അസ്ത്രം ഉപയോഗിക്കുന്ന സമയത്ത് അല്ലേ, നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഇതാണ്, എൻ്റെ വാക്ക്, എൻ്റെ പ്രവൃത്തി, പെരുമാറ്റം കൊണ്ട് സുമംഗളം ഉണ്ടാകണം, ജനമംഗളം ഉണ്ടാകണം. എനിക്കും സുഖം ഉണ്ടാകണം, അവർക്കും സുഖം ഉണ്ടാകണം. എനിക്കും മംഗളം, അവർക്കും മംഗളം. അത് മക്കളുടെ കാര്യത്തിലാണെങ്കിലും മരുമക്കളുടെ കാര്യത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും, നമ്മൾ എവിടെയാണെങ്കിലും, ഏത് ബന്ധങ്ങളിലാണെങ്കിലും ഇത് നമുക്ക് നോട്ട് ചെയ്യാം. അപ്പം നമുക്ക് തിരുത്തൽ കൊണ്ടുവരാൻ എളുപ്പമായിരിക്കും. ഭാര്യയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് നമ്മളെ ഒന്ന് നോക്കുക. ഞാനായിരുന്നു ഭാര്യയെങ്കിൽ എന്നോട് എൻ്റെ ഭർത്താവ് ഇങ്ങനെ പെരുമാറിയ എങ്ങനെയായിരിക്കും? മരുമകളുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് നമ്മൾ നോക്കുക അല്ലേ. എൻ്റെ അടുത്ത് എൻ്റെ അമ്മായിയമ്മ ഇങ്ങനെ പെരുമാറിയിരുന്നെങ്കിൽ, ഞാനായിരുന്നു മരുമകളെങ്കിൽ, ഇപ്രകാരം നമ്മളൊന്ന് ചിന്തിച്ചാൽ നമുക്ക് തിരുത്തൽ കൊണ്ടുവരാൻ എളുപ്പമാണ്. നമുക്ക് തിരുത്തലിന് വേണ്ടി പ്രാക്ടീസ് ആവശ്യമുണ്ട്. അതുകൊണ്ട് നമുക്കുള്ള പ്രാക്ടീസ് നമുക്ക് ഇന്ന് മുതൽ ആരംഭിക്കാം. ദിവ്യാസ്ത്രങ്ങൾ ഉപയോഗിച്ച് തുടങ്ങണ്ടേ? എന്തു പറയണോ എല്ലാവരും? ദിവ്യാസ്ത്രങ്ങൾ ഉപയോഗിച്ച് തുടങ്ങണോ വേണ്ടയോ? ഉപയോഗിക്കാൻ റെഡിയാണോ എല്ലാവരും? അയ്യോ, ഇതൊക്കെ പറയാൻ എളുപ്പമാണ് സിസ്റ്ററെ, പക്ഷേ ഇതൊന്നും നമുക്ക് നടപ്പാകുന്ന കാര്യമാണെന്ന് തോന്നണില്ല. അങ്ങനെ തോന്നുന്നുണ്ടോ?
ഇല്ല. നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ചെയ്യാൻ പറ്റാതായിട്ട് എന്താ ഉള്ളത്? ലോകത്തിൽ നോക്കൂ, മനുഷ്യൻ ആകാശത്തിൽ കൂടി പോകുന്നതിനെ നിയന്ത്രിക്കാൻ പഠിച്ചു, വെള്ളത്തിൽ കൂടെ പോകുന്നതിനെ നിയന്ത്രിക്കാൻ പഠിച്ചു, എത്ര ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഡെവലപ്പ് ചെയ്തു. പിന്നെ ഇത്രയും സിമ്പിളായിട്ടുള്ള കാര്യം നമ്മളിവിടേക്ക് ശ്രദ്ധിച്ചിട്ടില്ല എന്ന് മാത്രം. ഈ പ്രാക്ടീസുകൾ, ഈ ആയുധങ്ങൾ ഉപയോഗിക്കാൻ നമ്മൾ ഹാർഡ് ടൂൾസ് യൂസ് ചെയ്ത് അല്ലേ, നമുക്കത് ശീലമായിട്ട് മാറി. ഇപ്പം നമുക്കിനി എന്ത് ചെയ്യണം? സോഫ്റ്റ് ടൂൾസിനെ. പക്ഷെ ഹാർഡ് ടൂൾസ് ഉപയോഗിച്ച് നമുക്കും സമാധാനമില്ല, കുടുംബത്തിൽ സമാധാനമില്ല, അല്ലെ ആർക്കും സമാധാനമില്ല. അതുകൊണ്ട് ആലോചിച്ച് നോക്കുക, നമ്മുടെ ലക്ഷ്യം ഇതാണ്. 2 തരത്തിലും ജീവിക്കാം. നേരത്തെ പറഞ്ഞില്ലേ, ഒന്നിൽ സോൾ കോൺഷ്യസ് ലിവിങ് അല്ലെങ്കിൽ ബോഡി കോൺഷ്യസ് ലിവിങ്. പക്ഷേ ഇതിലേത് ലിവിങ് ആണ് എനിക്ക് വേണ്ടത്? ഇന്ന് ചൂസ് ചെയ്യൂ നമ്മളെല്ലാം. എനിക്കിതിൽ ഏത് മാർഗത്തിൽ ജീവിക്കണം? 2ഉം ജീവിക്കാം, പക്ഷേ വ്യത്യാസം കൂടി നോക്കണം. സോൾ കോൺഷ്യസ് ലിവിങ്ങിൽ വെളിച്ചം ഉണ്ടാവും, സമാധാനം ഉണ്ടാവും. മറ്റേ ബോഡി കോൺഷ്യസ് ലിവിങ് ആണ്, മാരകായുധങ്ങളെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ എന്താകും? ജീവിതം അപ്പോഴും ഉണ്ടാവും. ഒച്ചയുണ്ടാക്കി സ്പീഡിൽ ജീവിതം പോയിക്കൊണ്ടിരിക്കും. ആക്സിലറേറ്റർ കൂട്ടിയും ഹോണടിച്ചും നമുക്ക് ജീവിക്കാം. ബഹളം വെച്ച് ഒച്ചയുണ്ടാക്കിയും പണങ്ങിയും ദേഷ്യപ്പെട്ടും അല്ലേ, തല്ലിയും തല്ലുകൂടിയും ജീവിക്കാം. അത് യുദ്ധസമാനമായിരിക്കും, ഇരുട്ടായിരിക്കും. നമുക്കും ദുഃഖം, മറ്റുള്ളവർക്കും ദുഃഖം. അതുകൊണ്ട് നമുക്ക് നമ്മളിലേക്ക് നോക്കാം. ഫസ്റ്റ് നമ്മുടെ ഹോംവർക്ക് അതാണ്. എന്തൊക്കെ നോക്കണം? ആദ്യത്തെ ഹോംവർക്ക് നോട്ട് ചെയ്യും. ഇപ്പോഴത്തെ ഞാൻ എങ്ങനെയാണ്? എനിക്കെന്താണ് ആകേണ്ടത്? ഇപ്പോൾ തൊട്ട് മുമ്പൊരു ചിത്രം കാണിച്ചില്ലേ? ഈ ചിത്രം നോക്കൂ. ഇപ്പോഴത്തെ ഞാൻ ഏതൊക്കെ ടൂൾസാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്? ഡയറിയിൽ നോട്ട് ചെയ്യും. ഡീറ്റെയിൽഡായിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് എഴുതിക്കോളൂ. പക്ഷേ എന്നാലും ഹോംവർക്ക് എഴുതി വയ്ക്കൂ. ഇന്ന് നമ്മളെ ചെക്ക് ചെയ്യേണ്ട. ഇപ്പോൾ ഡയറി കയ്യിലുണ്ടെങ്കിൽ ജസ്റ്റ് എഴുതി വയ്ക്കൂ. ഒന്ന് നോക്കൂ, ഞാൻ ഏതൊക്കെ ടൂൾസാണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലേതൊക്കെ ആയുധങ്ങളും മാരകായുധങ്ങൾ പോലെ എനിക്കും മറ്റുള്ളവർക്കും വേദന കൊടുക്കുന്നുണ്ട്? അടുത്ത കോളത്തിൽ എഴുതൂ, അടുത്ത പേജിൽ എഴുതൂ, ഞാൻ എങ്ങനെ ആയിരിക്കേണ്ടതാണ്. എനിക്ക് ദിവ്യ ഗുണങ്ങൾ ആകുന്ന അസ്ത്രം എൻ്റെ കയ്യിലുണ്ട്. ദിവ്യ ഗുണങ്ങളാകുന്ന അസ്ത്രങ്ങൾ ഏതൊക്കെയാണ്? അതുപയോഗിച്ച് ഞാൻ ഇതേ സിറ്റുവേഷൻ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ഞാൻ എങ്ങനെയായിരിക്കും? 2 ചിത്രമാണ് അല്ലേ. ഒന്ന് ബന്ധിക്കപ്പെട്ടിരിക്കുക, നമ്മൾ തന്നെ നമ്മളെ കെട്ടിയിടാണ്. നമ്മൾ തന്നെ നമ്മളെ അന്ധകാരത്തിൽ കൊണ്ടുപോവുകയാണ്. അതേസമയം നമുക്ക് ഈ 7 ഗുണങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയ നമുക്ക് നമ്മുടെ മനസ്സ്, നമ്മുടെ ബന്ധം, നമ്മുടെ ശരീരം, നമ്മുടെ കുടുംബം, നമ്മുടെ സമൂഹം, ടോട്ടൽ രാഷ്ട്രം, നമ്മുടെ ജീവിതത്തിൽ എത്ര വെളിച്ചം കൊണ്ടുവരാൻ എനിക്ക് കഴിയും? രാമായണമല്ലേ, ജ്യോതിർഗമയല്ലേ സത്സംഗത്തിൻ്റെ പേര്. അപ്പം എന്ത് ചെയ്യണം? ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, ബോഡി കോൺഷ്യസ് ലിവിങ്ങിൽ നിന്ന് സോൾ കോൺഷ്യസ് ലിവിങ്ങിലേക്ക് നമുക്ക് പോകണം. ഇതിന് നമുക്ക് പരമാത്മാ ആകുന്ന രാമൻ 2 വിശേഷ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാൻ. അതിലൊന്ന്, 7 ദിവസങ്ങളാണല്ലോ നമുക്ക് ആഴ്ചയിൽ. അപ്പം ഇന്ന് തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ചയെ നമുക്ക് 7 ദിവസത്തെ 7 ഗുണവുമായിട്ട് കണക്ട് ചെയ്ത് വയ്ക്കുക. 7 ദിവ്യാസ്ത്രമല്ലേ? അപ്പോൾ ഈ 7 ദിവ്യ അസ്ത്രങ്ങളെ, നമുക്കിതിന് അസ്ത്രം എന്നും പറയണ്ട, നമ്മുടെ സപ്തഗുണങ്ങളാണ് അല്ലേ. ഈ ഡിവൈൻ പവേഴ്സാണ്, ദിവ്യ ഗുണങ്ങളാണ്, മൂല്യങ്ങളാണ്. ഇത് നമ്മുടെ ശക്തികളാണ്. ആദ്യത്തേത് അല്ലേ, 7 ദിവസം ഞായറാഴ്ച ദിവസത്തെ സന്തോഷത്തിൻ്റെ ദിനം, ആനന്ദത്തിൻ്റെ ദിനം. ആനന്ദം എന്ന് പറയുന്ന ഗുണവുമായി കണക്ട് ചെയ്യുക. തിങ്കൾ ശാന്തി, ചൊവ്വ സ്നേഹം, ബുധൻ ശക്തി, വ്യാഴം ജ്ഞാനം. ജ്ഞാനം എന്ന് പറഞ്ഞാൽ സത്യജ്ഞാനം. പിന്നെ വെള്ളി പറഞ്ഞ പവിത്രത, പരിശുദ്ധി. പിന്നെ ശനി പറഞ്ഞ സുഖം. പിന്നെ വീണ്ടും ഞായർ. അപ്പോൾ 7 ദിവസങ്ങളെ 7 ഗുണങ്ങളുമായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് വെച്ച് 7 വ്രതങ്ങളെടുക്കാം. അപ്പോൾ ഈസിയാവും. ഓരോ ദിവസവും ഓരോ ഗുണം എൻ്റെ വ്രതമാണ്. കർക്കിടകമല്ലേ, നമുക്കിന്ന് മുതൽ വ്രതം ആരംഭിക്കാം. നാളത്തെ ദിവസം ഏതാണ്?
ഇന്നിപ്പോൾ ഒരു ദിവസം പൂർത്തിയാക്കുകയാണ്. നാളത്തെ ദിനം ചൊവ്വാഴ്ചയുടെ പ്രത്യേകത എന്താണ്? സ്നേഹം. അപ്പം നാളത്തെ ദിവസം മുഴുവൻ നമുക്ക് സ്നേഹമെന്ന ദിവ്യ ഗുണത്തെ ഉപയോഗിക്കാം. ഈ ടൂള് മാക്സിമം നമുക്ക് യൂസ് ചെയ്യണം. ഞാൻ സ്നേഹസ്വരൂപമായ ആത്മാവാണ്. ഈ കണ്ണുകൊണ്ട് ഞാൻ ആരെ നോക്കുകയാണെങ്കിലും ആത്മീയ സ്നേഹത്തോടെ നോക്കും. കാരണം എൻ്റെ കൂടെയുള്ള എല്ലാവരും ആത്മസ്വരൂപങ്ങളാണ്, പരമാത്മാവിൻ്റെ മക്കളാണ്. നാളത്തെ ദിവസം നമ്മുടെ മുന്നിൽ നമ്മളോട് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ മുന്നിൽ വന്നാലും ഏത് കണ്ണിൽ കാണുക? ആത്മീയ സ്നേഹത്തോടെ. ഒരാൾ എൻ്റെ അടുത്ത് മോശമായിട്ട് പെരുമാറി, അപ്പോഴും എനിക്ക് ആത്മീയ സ്നേഹം എന്ന് പറയുന്ന ആ സ്ഥിതിയിൽ എനിക്കെന്നെ കൂളാക്കി വെക്കാൻ കഴിയുന്നുണ്ടോ? നാളെ ഫുൾ ഡേ ഇതാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ എന്താവും? ഫുൾ ഡേ ആരെങ്ങനെയാണെങ്കിലും ഏത് സിറ്റുവേഷനാണെങ്കിലും ഞാൻ സ്നേഹത്തിലിരിക്കും. സ്നേഹത്തിൻ്റെ പ്രകാശം കണ്ണിലൂടെ സ്നേഹത്തോടെ എല്ലാവരോടും സംസാരിക്കും. പക്ഷെ ഓർമ്മ വേണം, നമുക്കുള്ള മായയുണ്ടാവും, നമുക്കുള്ള ടെസ്റ്റ് പേപ്പർ വരും. നാളെ സ്നേഹത്തോടെ ഇരിക്കണമെന്ന് പറഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴായിരിക്കും നമ്മളെ ദേഷ്യപ്പെടുത്താൻ, അസ്വസ്ഥരാക്കാനുള്ള എന്തെങ്കിലും പേപ്പർ അവശ്യം ഉണ്ടാകും. പക്ഷേ പേപ്പറിനെ ഇപ്പോഴേ മുന്നിൽ കണ്ടോളൂ. എന്നിട്ട് നമുക്ക് നമ്മുടെ പ്രാക്ടീസ് മുന്നോട്ട് കൊണ്ടുപോകാം. അങ്ങനെ ഫുൾ ഡേ എല്ലാ കാര്യവും ജോലികൾ ചെയ്യുകയാണെങ്കിൽ സ്നേഹത്തോടെ ചെയ്യാം. സംസാരത്തിൽ എനിക്കെല്ലാവരോടും സ്നേഹത്തോടെ സംസാരിക്കണം. ഞാൻ ഏത് കർമ്മം ചെയ്യണമെങ്കിലും ഇവിടുന്ന് ഏത് പൊടിയിടുക, ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിലും സ്നേഹത്തിൻ്റെ പൊടിയിട്ട് ചെയ്യും. ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും സ്നേഹത്തിൻ്റെ പൊടിയിട്ട് ചെയ്യും. എല്ലാ ജോലികളും സ്നേഹത്തോടെ ചെയ്ത് നോക്കൂ. വൈകുന്നേരം ആകുമ്പോഴേക്കും നമ്മുടെ ഉള്ളിൽ സ്നേഹത്തിൻ്റെ ശക്തി നിറയും. ആത്മാവിൽ ഈ ബൾബ് ഫുൾ വോൾട്ടിൽ പ്രകാശിക്കാൻ തുടങ്ങും. ഈ ആത്മീയ സ്നേഹത്തിൻ്റെ ഊർജം, ഈ ബൾബിലെ പ്രകാശം ആദ്യം മസ്തിഷ്കത്തിൽ നിറയും, പിന്നെ നമ്മുടെ ഉള്ളിൽ ഫുൾ ബോഡിയിൽ ഓരോ സിസ്റ്റത്തിലേക്കും നിറയും. പ്രത്യേകിച്ചും സ്നേഹം നമ്മുടെ ഹാർട്ടിൽ നിറയും. അതുകൊണ്ടാണ് ഹാർട്ടിൻ്റെ സിമ്പൽ കണ്ടിട്ടില്ലേ? സ്നേഹത്തിൻ്റെ അടയാളത്തിലല്ലേ സ്നേഹം എന്ന് കാണിക്കുന്നിടത്തൊക്കെ ഹാർട്ടിൻ്റെ സിമ്പലാണ് വരച്ച് വയ്ക്കണേ. കാരണം നമുക്ക് ഈ വ്യവസ്ഥയ്ക്ക് വേണ്ടത് ഏറ്റവും കൂടുതൽ ലവ്ഫുൾ ലിവിങ് ആണ്. അതുകൊണ്ട് നാളത്തെ ഡേ ഏതാണ്? ലവ്ഫുൾ ഡേ. അതാണ് നാളത്തെ നമ്മുടെ ഹോംവർക്ക്. ചെയ്യാൻ പറ്റുമോ? ഫുൾ ഡേക്ക് നാളെ വ്രതമാണ്. ഹോംവർക്ക് മാത്രമല്ല, വ്രതം ലംഘിക്കാതെ നമുക്ക് പോകാം. ഇപ്പം മുതൽ വ്രതം നമുക്ക് ആരംഭിക്കാം. ഇന്ന് മുതൽ, ഈ നിമിഷം മുതൽ. അങ്ങനെ 7 ദിവസവും 7 വ്രതം നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. 7 ഗുണങ്ങളുടെ അഭ്യാസം. ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഞാൻ സ്നേഹമാണ് പ്രാക്ടീസ് ചെയ്യുന്നതെങ്കിൽ സ്നേഹം നിറഞ്ഞ ആത്മാവാണെന്ന പ്രാക്ടീസ്. സ്നേഹത്തിൻ്റെ ഊർജം ആത്മാവിൽ നിന്നൊഴുകി ശരീരം മുഴുവൻ നിറഞ്ഞ് ഓരോ ഇന്ദ്രിയത്തിലും നിറയണത് ഫീൽ ചെയ്യുക. ഞാൻ ഓരോ ജോലികളും സ്നേഹത്തോടെ ചെയ്യുന്നത്, ചിന്തിക്കുന്നത്, പെരുമാറുന്നത്, സംസാരിക്കുന്നത് കാണാം. മെഡിറ്റേറ്റീവ് മൂഡിൽ തന്നെയാകും ഫുൾ ഡേ നമ്മുടെ കാര്യവ്യവഹാരങ്ങൾ. ശാന്തിയുടെ ഗുണമാണെങ്കിൽ ഞാൻ ശാന്തി നിറഞ്ഞ വെളിച്ചമാണ്. തിങ്കളാഴ്ച ആ പ്രാക്ടീസ് നമുക്ക് ചെയ്യാം. ഇത് മനസ്സുകൊണ്ടും ചെയ്യാം. മറ്റൊന്ന്, നിങ്ങൾക്ക് എല്ലാവർക്കും എഴുതിക്കൊണ്ട് ഈ പ്രാക്ടീസ് ചെയ്യാം. ഡയറി ഉണ്ടെങ്കിൽ ഇപ്പം നമുക്കൊരു മിനിറ്റ് ഈ മെഡിറ്റേഷൻ്റെ പ്രാക്ടീസ് ചെയ്യാം. ഡയറിയും പെന്നും ഉണ്ടെങ്കിൽ എഴുതിക്കോളൂ. എഴുതുന്ന സമയത്ത് ഞാനെന്ന് എഴുതുമ്പോൾ മനസ്സിൽ ആത്മാവിനെ കാണും. ആത്മരൂപത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം ഞാനെന്ന് എഴുതാൻ. ഞാനെന്ന് എഴുതി തീരുമ്പോഴേക്കും അകക്കണ്ണിൽ ആത്മാവിൻ്റെ രൂപം കാണണം. എഴുതിയോ? എന്നിട്ട് ഞാൻ സ്നേഹം നിറഞ്ഞ വെളിച്ചമാണ്. സ്നേഹം എഴുതുമ്പോൾ ആത്മാവിൽ നിന്ന് സ്നേഹത്തിൻ്റെ പ്രകാശം ആത്മാവാകുന്ന ബൾബിൽ നിന്നൊഴുകി നമ്മുടെ ശിരസിലൂടെ, മസ്തിഷ്കത്തിലൂടെ, മുഖത്തിലൂടെ ഇങ്ങനെ അരിച്ചരിച്ചരിച്ചരിച്ച് ഓരോ അവയവങ്ങളിലൂടെയും താഴേക്ക് കാൽവിരൽ തുമ്പ് വരെ സ്നേഹത്തിൻ്റെ പ്രകാശമൊഴുകി ശരീരം മുഴുവൻ ആത്മീയ സ്നേഹത്തിൻ്റെ ഊർജം കൊണ്ട് നിറയുന്നത് കണ്ടുകൊണ്ട്, ഫീൽ ചെയ്തുകൊണ്ട് വേണം എഴുതി തീർക്കാൻ ആ സെൻറ്റൻസ്. ഞാൻ എഴുതുമ്പോൾ ആത്മാവിനെ കാണുക, സ്നേഹം നിറഞ്ഞ
വെളിച്ചമാണ്. ആത്മാവാകുന്ന വെളിച്ചത്തിൽ നിന്ന് ശരീരം മുഴുവൻ ആ ഊർജ്ജം ഒഴുകി ശരീരത്തിൽ നിന്ന് ആ ഊർജ്ജ തരംഗങ്ങൾ എനിക്ക് ചുറ്റും അന്തരീക്ഷത്തിലേക്ക് വീട്ടിൽ മുഴുവൻ നിറഞ്ഞ് എല്ലാവരിലും നിറഞ്ഞ് ചുറ്റുപാടിലേക്ക് ആത്മീയ സ്നേഹത്തിൻ്റെ തരംഗങ്ങൾ ഒഴുകുന്നത് മനസ്സിൽ കണ്ടുകൊണ്ട് വേണം ഒരു തവണ എഴുതാൻ. അങ്ങനെ 7 തവണ എഴുതി നോക്കൂ. പതുക്കെ എഴുതിയാൽ മതി. നാളെ ഈ പ്രാക്ടീസ് നോക്കുക. അങ്ങനെ 7 തവണ എപ്പോഴൊക്കെ സമയം കിട്ടുന്നു ഡയറിയിൽ എഴുതി നോക്കൂ. 7, 14 അല്ലെങ്കിൽ 21 അല്ലേ, അങ്ങനെ ചെയ്ത് നോക്കൂ. ബെസ്റ്റ് പ്രാക്ടീസാണ്. നല്ല അനുഭൂതി നമുക്ക് കിട്ടും. അപ്പോൾ നാളത്തേക്കുള്ള നമ്മുടെ വ്രതം ഇതാണ്. ഇങ്ങനെ ഓരോ ഗുണങ്ങളും നമുക്ക് 7 ദിവസം 7 വ്രതങ്ങളായി പ്രാക്ടീസ് ചെയ്യാം. പിന്നെ രണ്ടാമത്തെ ഒരു പ്രാക്ടീസ് നമ്മൾ ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ, കാരണം ഇവിടെ ലക്ഷക്കണക്കിന് കുടുംബങ്ങളുണ്ട്. അപ്പോൾ ടോട്ടൽ വേൾഡിൽ 10-15 ലക്ഷം കുടുംബങ്ങൾ, ഫാമിലി ഈ നിത്യേന മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇത്രയും ലക്ഷക്കണക്കിന് പേര് ഒരേ സമയത്ത് ഈ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നമുക്ക് സമയം ഫിക്സ് ചെയ്ത് തന്നിട്ടുണ്ട് ഈ ദിവ്യ ഗുണങ്ങളുടെ പ്രാക്ടീസിന് വേണ്ടിയിട്ട്. ആ ഫിക്സഡ് ടൈമാണ് രാവിലെ 5:45. നിങ്ങൾ വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോളൂ. നിങ്ങൾക്കും അതേ സമയത്ത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ്. ഒരേ ദിവസം തന്നെ നമുക്ക് 7 ഗുണങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. അതിൽ രാവിലെ 5:45 ആ സമയത്ത് 1 മിനിറ്റ് മുതൽ 3 മിനിറ്റ് വരെ സമയമുണ്ടെങ്കിൽ 3 മിനിറ്റ്, ഇല്ലെങ്കിൽ 1 മിനിറ്റ് സമയം ഞാൻ സ്നേഹസ്വരൂപ ആത്മാവാണ്, ആ ഫീലിങ്ങിലിരിക്കാൻ. ഇതേ ഇപ്പം നമ്മൾ എഴുതി പ്രാക്ടീസ് ചെയ്തില്ലേ, അതേ അഭ്യാസം എഴുതിക്കൊണ്ട് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ മനസ്സാ ചെയ്യാം. പിന്നെ 5:45 കഴിഞ്ഞാൽ രാവിലെ 7 മണി. 7 മണി സമയത്ത് ജ്ഞാനസ്വരൂപാത്മാവാണ്, ജ്ഞാനപ്രകാശമാണ് ഞാൻ, വിവേകശാലിയാണ് ഞാൻ, വിവേകം കൊണ്ട് നിറയുകയാണ് ഞാൻ. എല്ലാ കാര്യങ്ങളും ഞാൻ വിവേകത്തോടു കൂടി ചെയ്യും. പിന്നെ അടുത്തത് 10:30 മണിക്ക് ശാന്തസ്വരൂപാത്മാവാണ് ഞാൻ. 12 മണിക്ക് ശക്തി സ്വരൂപാത്മാവാണ് ഞാൻ. പിന്നെ 5:30 മണി, 5:30ക്ക് ആനന്ദസ്വരൂപമാണ് ഞാൻ. 7:30ക്ക് സുഖസ്വരൂപമാണ് ഞാൻ. രാത്രി ലാസ്റ്റ് ട്രാഫിക് കൺട്രോൾ 9:30 പവിത്ര സ്വരൂപ ആത്മാവാണ് ഞാൻ. രാത്രി 9:30ക്ക് ഈ അഭ്യാസത്തോടു കൂടി അതിനുശേഷം ഉറങ്ങുക. അതാണ് ഈശ്വരൻ നമുക്ക് തന്നിരിക്കുന്ന ആത്മാവാകുന്ന രാമന് ജീവിതയാത്ര ഏറ്റവും സുഗമമാക്കി മാറ്റാൻ ഭഗവാൻ പറയുന്നത്, രാവിലെ നേരത്തെ എഴുന്നേക്കും മക്കളെ, രാത്രി നേരത്തെ ഉറങ്ങും, 9:30ക്ക് ശേഷം ഉറങ്ങും. അപ്പോൾ ഇന്ന് ഉറങ്ങുന്നതിന് മുമ്പ് ഇപ്രകാരം ഈ 7 ഗുണങ്ങളും നിങ്ങൾക്ക് ഒരേ ദിവസം വേണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യാം. ഇന്ന് ആരംഭത്തിൽ ഡോക്ടർ പ്രീതി ബഹൻ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞില്ലേ, ഞാൻ ഈ 7 ഗുണങ്ങളുടെ പ്രാക്ടീസ് ഡെയിലി ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഇന്നു മുതൽ പ്രാക്ടീസ് ആരംഭിക്കാൻ കഴിയുമെങ്കിൽ ഇതേ സമയത്ത് ട്രാഫിക് കൺട്രോൾ ടൈമിങ്ങിൽ തന്നെ 1 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് ഇരുന്ന് പ്രാക്ടീസ് ചെയ്യൂ. അപ്പോൾ ലക്ഷക്കണക്കിന് ബ്രഹ്മകുമാരി കുമാരന്മാർ വിശ്വത്തിൽ ആ സമയത്ത് 1 മിനിറ്റ് പ്രാക്ടീസ് ചെയ്യും. അപ്പോൾ ആ കളക്റ്റീവ് എനർജിയുടെ ഫലമായിട്ട് നമുക്ക് വളരെയധികം നല്ല ശക്തിയുടെ ഫീലിംഗ് ഉണ്ടാകും. മറ്റൊന്ന് 7 ദിവസത്തിൽ നമുക്ക് ഈ 7 വ്രതങ്ങളും പാലിക്കാം. ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ബെഡിലിരുന്ന് മെഡിറ്റേഷൻ ചെയ്യാം. ഇപ്പം നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാം. അതേപോലെ മെഡിറ്റേഷൻ ഉറങ്ങുന്നതിന് മുമ്പ് 5 മിനിറ്റ് നിങ്ങൾ 7 ഗുണങ്ങൾ ഓരോരോ മിനിറ്റ് പ്രാക്ടീസ് ചെയ്താൽ പോലെ 7 മിനിറ്റ് മതി. അപ്പോൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഓരോ ഗുണവും ഒന്നും കൂടി സ്മരിച്ച്, അല്ലേ, ഞാൻ ആത്മാവാകുന്ന രാമൻ, ഈ 7 ഗുണങ്ങളെ സ്മരിച്ചുകൊണ്ട് പരമാത്മാ രാമൻ്റെ മടിയിൽ ഉറങ്ങാം. നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ, അപ്പോൾ ഇന്ന് അമ്മോൻ പറഞ്ഞില്ലേ അനുഭവം പറഞ്ഞപ്പോൾ, രാവിലെ 6:30ക്ക് എഴുന്നേറ്റിരുന്നു, ഇന്ന് അരമണിക്കൂർ നേരത്തെ 6 മണിക്ക് എഴുന്നേക്കാൻ തുടങ്ങി. അതേപോലെ നിങ്ങളെല്ലാവരും ഈ സത്സംഗത്തിൻ്റെ ഭാഗമായിട്ടുള്ളവരെല്ലാം തീർച്ചയായും ജീവിതത്തിൽ ഒരു നല്ല ചേഞ്ച് ആഗ്രഹിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും ഇത്രയും ആയിരക്കണക്കിന് പേരുടെ ഈ സത്സംഗത്തിൽ പങ്കെടുക്കുന്നവരുടെ കളക്റ്റീവ് എനർജിയും നിങ്ങൾക്കുണ്ട്, നമ്മുടെ എല്ലാവരുടെയും ശുഭസങ്കല്പമുണ്ട്, ഒപ്പം പരമാത്മാ രാമൻ്റെ അനുഗ്രഹവുമുണ്ട്.
അതുകൊണ്ട് രാവിലെ എത്ര നേരത്തെ എഴുന്നേക്കാൻ പറ്റുന്നോ അത്രത്തോളം ആത്മീയമായിട്ടും ശാരീരികമായിട്ടും നമ്മൾ വളരെയധികം ഹെൽത്തി ആയിട്ട് മാറും, ഹാപ്പി ആയിട്ട് മാറും. നമ്മുടെ ജീവിതത്തിലേക്ക് വെളിച്ചം വരും. രാവിലെ എപ്പോൾ എഴുന്നേക്കുന്നോ എഴുന്നേറ്റ് നിങ്ങൾ റെഡിയായതിന് ശേഷം പറ്റുമെങ്കിൽ കുളിച്ച് റെഡിയായിട്ട് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ ബ്രഷ് ചെയ്ത് കൈകാൽ മുഖം കഴുകിയിട്ട് എങ്കിലും ആദ്യം ഈ 7 ഗുണങ്ങളെ നാളെ രാവിലെ ഒരു 7 മിനിറ്റ് സ്മരിച്ചുകൊണ്ട് ധ്യാനത്തിലിരുന്നിട്ട് നിങ്ങൾ ഫുൾ ഡേ കാര്യങ്ങൾ ചെയ്യൂ. കാര്യങ്ങൾ ചെയ്യുമ്പോഴൊരു നമ്മുടെ ജീവിത യാത്രയിൽ ഫുൾ ഡേ നാളെ നമുക്കിതേ ഹോംവർക്ക് ചെയ്യാം. നമ്മുടെ മുന്നിൽ ഏത് സാഹചര്യം വരുമ്പോഴും നോക്കുക, ഞാൻ ദിവ്യ ഗുണങ്ങളുടെ അസ്ത്രങ്ങളെടുത്ത് ഉപയോഗിക്കണം. ചില സ്ഥലത്ത് ശാന്തിയായിരിക്കും ആവശ്യം. നാളെ നമ്മൾ വ്രതം വെച്ചിരിക്കുന്നത് സ്നേഹത്തിൻ്റെയാണ്. ആ ഒരു മുഖ്യമായ ആ അസ്ത്രം തന്നെ നമ്മളെ എല്ലാ പേപ്പറിൽ നിന്നും ചിലപ്പോൾ രക്ഷിക്കും. കാരണം ഒരു ഗുണം നിലനിൽക്കണമെങ്കിൽ ബാക്കി 6 ഗുണത്തിൻ്റെ സപ്പോർട്ട് നമുക്ക് വേണ്ടി വരും. ഓട്ടോമാറ്റിക്കലി മറ്റു ഗുണങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വരും. ഈ നേതാവ് മുന്നിൽ നടക്കുമ്പോൾ പിന്നിൽ ശിങ്കിടികളുണ്ടാവുമല്ലോ, അതേപോലെ ഒരു ഗുണത്തെ തന്നെ നമ്മൾ മുറുകെ പിടിച്ചാൽ മതി. ബാക്കി ഗുണങ്ങൾ ശിങ്കിടികളെ പോലെ നമ്മുടെ പിന്നാലെ വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്തോളൂ. ഓക്കെ, ചെയ്യാമോ? ഹോംവർക്ക് നോട്ട് ചെയ്തു ചെയ്യൂ. നാളെ ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പേ നാളെ രാവിലെ എഴുന്നേറ്റിട്ട് നാളെ ഫുൾ ഡേ കർമ്മക്ഷേത്രത്തിൽ വെക്കേണ്ട അറ്റൻഷൻ ഇത് നമുക്കെല്ലാവർക്കും ചെയ്യാം. കുട്ടികളാരെല്ലാം ഉണ്ടോ? ഫാമിലീസിൽ നിറയെ പേര് ഫാമിലി ആയിട്ട് കേൾക്കുന്നുണ്ട്. സിസ്റ്റർക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. ഇതിൽ മക്കൾക്കെല്ലാവർക്കും ഒരു ഹോംവർക്ക് പ്രത്യേകിച്ച് സിസ്റ്റർ നിങ്ങളെല്ലാവരോടും പറയാണ്. കാരണം കുറേ ഫാമിലിയിൽ നിന്നൊരു പരാതി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുട്ടികൾ ഇപ്പോൾ ഓൺലൈൻ സ്റ്റഡിയാണല്ലോ, അവർക്ക് ഓൺലൈൻ സ്റ്റഡിക്ക് വേണ്ടി ഫോണും മൊബൈലും ടി വിയും എല്ലാം കുട്ടികൾ അതിൻ്റെ മുന്നിലിരുന്നാണ് കൂടുതൽ സമയം പഠിക്കണേ. പക്ഷേ ധാരാളം കുട്ടികൾ ഈ മൊബൈൽ അല്ലെങ്കിൽ ഇവയെല്ലാം മിസ്യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അച്ഛനമ്മമാർക്ക് ഭയങ്കര ടെൻഷൻ, സങ്കടം, സമ്മർദ്ദമാണ്. എന്തിനു കഴിഞ്ഞ ദിവസം പറയായിരുന്നു, ഒരു ചെറിയ കുട്ടി നഴ്സറിയുടെ സ്റ്റാൻഡേർഡാണ്. മുത്തശ്ശൻ വിളിച്ചിട്ട് പറഞ്ഞു, സിസ്റ്ററേ ഇത്രയും കൗശലമാണ് എൻ്റെ പേരക്കുട്ടിക്ക്. ടീച്ചർ ക്ലാസ്സിൽ ഓൺലൈൻ ക്ലാസ്സാണല്ലോ, സ്റ്റാർട്ട് ചെയ്യുമ്പം ഓൺ ചെയ്യും, കുറച്ച് കഴിഞ്ഞാൽ അവൻ വീഡിയോ ഓഫ് ചെയ്യും, ടീച്ചറിൻ്റെ മുന്നിൽ ഹാജരാണ്, എന്നിട്ട് വീഡിയോ ഓഫ് ചെയ്തിട്ട് ഇവിടെ ഇരുന്ന് ഗെയിം കളിച്ചുകൊണ്ടിരിക്കും. പിന്നെ ടീച്ചർ എപ്പോഴെങ്കിലും വിളിക്കുമ്പോൾ വീണ്ടും ഓൺ ചെയ്യും. അത്ര അസത്യം. അതുകൊണ്ട് എല്ലാ കുട്ടികളും, ആരൊക്കെ, ചെറിയ കുട്ടികളും മുതിർന്ന കുട്ടികളും നിറയെ പേരുണ്ടാവും. സ്കൂൾ എഡ്യൂക്കേഷനാകട്ടെ കോളേജ് എഡ്യൂക്കേഷനാകട്ടെ, ഇന്ന് നിങ്ങളെല്ലാ കുട്ടികളും, ആരൊക്കെയുണ്ട് കുട്ടികൾ, കുറച്ച് പേരെ വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ട്, ബാക്കിയുള്ളവരും ഉണ്ടാവും. സിസ്റ്റർക്ക് അറിയാം. വളരെ സന്തോഷം. സിസ്റ്റർക്ക് നിങ്ങളെ കണ്ടതാണ് ഏറ്റവും വലിയ സന്തോഷം. മുതിർന്നവരോടൊപ്പം നിങ്ങളുടെ അച്ഛനമ്മമാർ നിങ്ങളെ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുന്നുണ്ടല്ലോ, ഇത് ഏറ്റവും നിങ്ങൾ അച്ഛനമ്മമാർ ഏറ്റവും കൂടുതൽ അഭിനന്ദനം അർഹിക്കുകയാണ്. കാരണം ഇതാണ് സത്സംഗത്തിൻ്റെ മോഡൽ. ഇതിങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. ഏത് നല്ല കാര്യവും നമ്മൾ എടുക്കുന്നതിനോടൊപ്പം ആദ്യം നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്നത് നല്ലതാണ്. കൊച്ചുകുട്ടികളാണെങ്കിൽ അവർക്ക് ആദ്യം ഇതിൻ്റെ നന്മ അറിയില്ല. പക്ഷെ നമ്മളവരെ ഇരുത്തി തന്നെ അവരുടെ നന്മയെ അവർക്ക് നമ്മൾ ഫീഡ് ചെയ്യണം. ഭക്ഷണം കൊടുക്കുമ്പോഴും അങ്ങനെയല്ലേ, ആദ്യമൊന്നും കൊച്ചുകുട്ടികൾ കഴിച്ചിരുന്നില്ലല്ലോ, പക്ഷെ നമ്മൾ അവരുടെ ആരോഗ്യത്തിന് വേണ്ടി നമ്മളവർക്ക് സ്നേഹത്തോടെ കൊടുത്തിരുന്നു. അതേപോലെ നിങ്ങൾ കുട്ടികൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വ്രതം എന്താണെന്നറിയോ? മക്കളുമാരെല്ലാം കേൾക്കുന്നുണ്ടോ? എന്താ വ്രതം എന്നറിയോ? നിങ്ങളെല്ലാവരും ഇന്ന് പ്രതിജ്ഞ എടുക്കണം. ഭഗവാന്റെ മുന്നിൽ പ്രതിജ്ഞ എടുക്കുക. ഞാൻ ഓൺലൈൻ സ്റ്റഡീസിന് വേണ്ടി എനിക്ക് അച്ഛനും അമ്മയും തന്നിരിക്കുന്ന ഫോണ് അല്ലെങ്കിൽ ടാബ്, എന്ത് സാധനമാണോ നിങ്ങൾ ഉപയോഗിക്കണേ, ഇത് ഞാൻ പഠിക്കാൻ വേണ്ടി മാത്രമേ ഉപയോഗിക്കുള്ളൂ. സത്യത എന്ന് പറയുന്ന ഗുണം അതേപോലെ പുലർത്തുക. മനസ്സിലായില്ലേ? ചെയ്യാൻ പറ്റുമോ? സത്യത എന്ന് പറയുന്ന ഗുണം. ഇതിൽ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അനുവാദം ഇല്ലാതെ ഞാനൊരു ഗെയിം പോലും കളിക്കില്ല. എനിക്കൊരു ഗെയിം കളിക്കണമെങ്കിൽ ഞാൻ ആരോട് ചോദിക്കും? സ്കൂൾ സ്റ്റഡീസിൻ്റെ അല്ലാതെ വേറെ ഏതൊരു സാധനം ഇതിൽ നോക്കണമെങ്കിലും എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ പെർമിഷൻ ഇല്ലാതെ ഞാൻ ഇതിലെ ഒരു പ്രോഗ്രാമും നോക്കില്ല. ഉറപ്പാണോ? മക്കളുമാരെല്ലാം കൈ ഉയർത്തു. ഉറപ്പാണോ? ചെയ്യാൻ പറ്റുമോ? ചെയ്യൂ. വെരി ഗുഡ്. നല്ല കുട്ടികൾ, നല്ല കുട്ടികൾ. ഇല്ലെങ്കിൽ മക്കളുമാർ ഓർമ്മിക്കണം, അച്ഛനും അമ്മയും അറിയാതെ
സ്കൂളിലെ സ്റ്റഡീസ് അല്ലാതെ വേറെ ഏതെങ്കിലും പേജോ പ്രോഗ്രാമോ എന്തെങ്കിലും നോക്കിയാൽ എന്തോർമ്മ വരണം? രാവണൻ്റെ ചിത്രം ഓർമ്മിച്ചോളൂ. ആര് പിടിച്ചിട്ട് പോവും നമ്മളെ? ആരെ പിടിച്ചിട്ട് പോവുക? ആര് പിടിച്ചിട്ട് പോവും? രാവണൻ കൊണ്ടുപോവും. രാവണൻ കൊണ്ടുപോയാൽ എന്താവും? സീതയെ പോലെ നമുക്ക് കരയേണ്ടി വരും. അതുകൊണ്ട് എല്ലാ കുഞ്ഞുമക്കളും അല്ലേ സന്തോഷത്തോടെ വിടർന്ന മുഖത്തോടെ അല്ലേ നമുക്ക് എപ്പോഴും ഇരിക്കണ്ടേ? അതുകൊണ്ട് എല്ലാവരും ഇന്ന് ഈ പ്രതിജ്ഞ വ്രതം പോലെ ഡയറിയിൽ നോട്ട് ചെയ്യൂ. എല്ലാ കുട്ടികളും നിങ്ങളുടെ നോട്ട്ബുക്ക് എടുത്തിട്ട് ഒരു പേജിൽ നിന്ന് ഉറങ്ങുന്നതിന് മുമ്പ് ഒരു ലെറ്റർ എഴുതി വയ്ക്കും. ഇന്ന് വരെ അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും മറച്ചു വെച്ചിട്ട് അച്ഛനെയോ അമ്മയോ അധ്യാപകരെയോ നമ്മുടെ വീട്ടിലുള്ള ആരെയെങ്കിലും മുത്തച്ഛനോ മുത്തശ്ശിയോ ആരെങ്കിലും അറിയാതെ ഞാൻ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാം എഴുതി വയ്ക്കും. ഭഗവാൻ എഴുതി വെച്ചിട്ട് ഒരു മാപ്പ് പറയും. എന്നിട്ട് ഇന്ന് മുതൽ ഞാൻ ഏത് കാര്യവും സത്യതയോടെ ചെയ്യുള്ളൂ. ഇതെൻ്റെ വ്രതമാണ്, കർക്കിടക മാസത്തിലെ വ്രതമാണ്. ഓക്കെ, ചെയ്യില്ലേ മക്കളുമാരെല്ലാം? ചെയ്യില്ലേ? ബുക്കിൽ ഇന്ന് ഇന്നത്തെ ഡേറ്റ് നോട്ട് ചെയ്ത് വയ്ക്കും. ഓക്കെ, അപ്പം നമുക്ക് എല്ലാവർക്കും മെഡിറ്റേഷൻ ചെയ്യാം. നിവർന്നിരിക്കൂ, സ്വസ്ഥമായിട്ടിരിക്കും. കുട്ടികളെല്ലാവരും ഇരിക്കും. നമുക്ക് എല്ലാവർക്കും കൂടി ഇരുന്ന് ചെയ്യാം. നിങ്ങളാരും കുട്ടികളല്ല, ശരീരം കൊണ്ട് മാത്രമാണ് കുട്ടി. ബാക്കി നിങ്ങളെല്ലാവരും നമ്മളെല്ലാവരെയും പോലെ ശ്രേഷ്ഠാത്മാക്കളാണ്.